നമസ്കാരം. പത്രികയിൽ നിന്ന് നമുക്ക് വിശേഷപ്പെട്ട ഒരു അതിഥിയാണ് കേണൽ എസ് ഡിന്നി റിട്ടയർഡ്. ഞാനൊരു അല്പം നെർവസാണ് ഇന്ന് പതിവില്ലാതെ. കാരണം ഒരു യുദ്ധം ചെയ്ത പട്ടാളക്കാരൻ, സോൾജിയർ, അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഒരു പരിഭ്രമം അനുഭവപ്പെടും. കാരണം എന്നെപ്പോലുള്ളവർക്ക് നാഷണലിസം, ഇന്ത്യൻ ആർമി, പട്ടാളം എന്നൊക്കെ പറയാൻ സാധാരണ വളരെ എളുപ്പമാണ്. പക്ഷേ ഇത് അവരുടെ മുമ്പിലിരുന്ന് അവരോട് സംസാരിക്കുമ്പോൾ ഒരു പരിഭ്രമം അനുഭവപ്പെടും. നമ്മളെപ്പോലെ നിങ്ങളെയൊക്കെ പോലെ സാധാരണ നമ്മളാരും തോക്കെടുക്കുകയോ ഉപയോഗിക്കുകയോ പലരും കണ്ടിട്ട് പോലുമില്ല, സിനിമയിലൊക്കെയാണ് കാണുന്നത്. ബട്ട് ഇത് ഉപയോഗിച്ച് തഴമ്പ് വീണ ആൾ, AK-47 തഴമ്പ് കൈവിരലിൽ കൊണ്ടു നടക്കുന്ന ആൾ, അതാണ് കേണൽ എസ് ഡിന്നി. അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റ ഇറ്റ്സ് ഹ്യൂജ് കേട്ടോ. കൊല്ലത്തുകാരനാണ് അദ്ദേഹം. 20 വർഷം അദ്ദേഹം ആർമി ഇൻഫൻട്രിയിൽ രാജ്പുത്ത് റെജിമെൻറ്റിലായിരുന്നു. ലഡാക്കിൽ, കാശ്മീരിൽ, നോർത്ത് ഈസ്റ്റിൽ എല്ലാ സ്ഥലത്തും അദ്ദേഹം സെർവ് ചെയ്തിട്ടുണ്ട്. ഒരു ബറ്റാലിയനെ തന്നെ നയിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ യുണൈറ്റഡ് നേഷൻസിനൊരു പരിപാടിയുണ്ടല്ലോ, നമ്മളുടെ പട്ടാളക്കാരെ ഏതോ രാജ്യത്തേക്കൊക്കെ കൊണ്ടുപോവുക, പീസ് കീപ്പിംഗ്, സമാധാനം സ്ഥാപിക്കുക, പുനഃസ്ഥാപിക്കുക, വീണ്ടും സ്ഥാപിക്കുക, ഇതിനൊക്കെയായിട്ട് നമ്മുടെ പട്ടാളക്കാരെ ഉപയോഗിക്കും. അങ്ങനെ കേണൽ ഡിന്നിയും കോങ്കോ എന്ന സ്ഥലത്തേക്ക് പോയി. കോങ്കോ എന്ന ഒരു രാജ്യമുണ്ട്, നമ്മളുടെ ഒരു 10-12 ലക്ഷം ജനസംഖ്യയുള്ള ചെറിയൊരു എറണാകുളം ജില്ല പോലത്തെ പക്ഷേ അതൊരു രാജ്യമാണ്. അവിടെ സമാധാനം പുനഃസ്ഥാപിക്കണം. ആര് പോകും? ഇന്ത്യൻ പട്ടാളം. ശരി, അവിടെ പോകുന്നു. ഇങ്ങനെയൊക്കെ സെർവ് ചെയ്ത് അദ്ദേഹം 2019 ഒരു 5 വർഷം മുമ്പ് വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്തു. ഡിഫൻസ് ആൻഡ് സ്ട്രാറ്റജിക് സ്റ്റഡീസ് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ MPhil ചെയ്തു. പിന്നെ അദ്ദേഹം സ്ട്രാറ്റജിക് സ്റ്റഡീസിൽ തക്ഷശില ഇൻസ്റ്റിറ്റ്യൂഷൻ, പിന്നെ കൗടില്യ ഫെലോഷിപ്പ് പ്രോഗ്രാം, ഇന്ത്യ ഫൗണ്ടേഷൻ്റെ, അങ്ങനെ ഒരുപാട്. ഇത് കൂടാതെ നിങ്ങളിൽ പലരും കണ്ടു കാണും, അദ്ദേഹം പല TV ഷോയിൽ, പിന്നെ ചാണക്യ ഡയലോഗ്സിൽ, റിഡിഫിൽ, മണി കൺട്രോളിൽ ഒരുപാട് സ്ഥലത്ത് എഴുതുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റ വായിച്ച് തീർന്നിട്ടില്ല കേട്ടോ. അത് കൂടുതൽ നീട്ടണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. നമസ്കാരം സാർ. താങ്ക് യു സാർ. വെൽക്കം ടു പത്രിക. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച് സാർ. നേരെ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ 2 തരം യുദ്ധങ്ങളുണ്ട് രാജ്യങ്ങൾക്ക്. പണ്ട് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, കൺവെൻഷണൽ, തോക്ക്, ടാങ്ക്, ബോംബ്, വിമാനം, ഇതൊക്കെ ഉപയോഗിച്ച്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ സൈബർ രംഗത്തും യുദ്ധം നടക്കുന്നു, അപ്രഖ്യാപിതമായ യുദ്ധം. നമുക്ക് കൺവെൻഷണൽ യുദ്ധം വെച്ച് തുടങ്ങാം. കൺവെൻഷണൽ യുദ്ധത്തിൽ, ആയുധങ്ങളിൽ ഇന്ത്യ ഇപ്പോൾ സെൽഫ് സഫീഷ്യൻ്റ് ആണോ? ആവശ്യത്തിനുള്ള ആയുധങ്ങളും കോപ്പുമൊക്കെ ഉണ്ടോ നമ്മുടെ കയ്യിൽ? തീർച്ചയായിട്ടും സാർ. ആ ഒരു ചോദ്യത്തിനും നമ്മൾ കുറച്ചും കൂടി ഒരു ലാർജർ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു നാഷണൽ ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ നാഷണൽ സെക്യൂരിറ്റിയെ തന്നെ ആദ്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് വരുന്നതായിരിക്കും കുറച്ചും കൂടെ എനിക്കൊന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഒരു രീതിയിലേക്ക്. അതായത് നമ്മളെല്ലാവരും വറീഡ്, അല്ലെങ്കിൽ സാധാരണക്കാർ നമ്മുടെ രാഷ്ട്രം സുരക്ഷയാണോ, അല്ലെങ്കിൽ സുരക്ഷിതമായിട്ടുള്ളൊരു എൻവയറമെൻ്റിലാണോ നമ്മൾ ഇത് ചോദിക്കുമ്പോൾ ഇതിൻ്റെ പുറകിൽ ചെറിയൊരു എൻ്റെ ആങ്സൈറ്റി ഉണ്ട്. ഈ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി കഴിഞ്ഞപ്പോൾ വളരെ അർജൻറ്റായിട്ട് അദ്ദേഹം സ്വയം ഫ്രാൻസിൽ പോയി മാക്രോണുമായിട്ട് സംസാരിച്ചിട്ട് റഫേൽ വിമാനങ്ങൾ വാങ്ങിക്കാൻ, 36 റഫേൽ വിമാനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചു. ദർ വാസ് ഹ്യൂജ് പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി വിച്ച് വെൻറ്റ് അപ്പ് ടു സുപ്രീം കോർട്ട്. വലിയ ബഹളമൊക്കെ നടന്നു. അപ്പോൾ ഉള്ളിൽ എനിക്കും തോന്നി, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം ഇത്ര അത്യാവശ്യം പിടിച്ചു 36 വിമാനം ഇപ്പം വേണം എന്ന് തോന്നാൻ കാര്യം നമ്മളെന്തോ ഡേഞ്ചർ ഫേസ് ചെയ്യുന്നു എന്നൊരു തോന്നൽ. അതാണ് ഞാൻ ആർമി സഫീഷ്യൻ്റ് ചോദിക്കുന്നത്. അതിൻ്റെ അപ്പം ഓരോ രാജ്യത്തിനും സാറിനൊക്കെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്, ഓരോ രാജ്യത്തിനും ഓരോ ത്രെറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഭീഷണിയുണ്ട്. ആ ഭീഷണിയുടെ ഒരു ബേസിസിലാണ് നമുക്ക് ആയുധങ്ങൾ എത്ര വേണം എന്നുള്ള ഒരു ഫാക്ടർ.
അപ്പം ഈ ഭീഷണി എന്ന് തന്നെ പറയുമ്പം അതിന് വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ അത് 2 കാരണങ്ങൾ കൊണ്ടാണ് ഭീഷണി എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഭീഷണി ഉണ്ടെന്നുള്ളത്. അപ്പോൾ 2 കാര്യങ്ങൾ വേണം. ഒന്ന്, നമ്മളെ ശത്രു ആരാണ്, ആ ശത്രുവിൻ്റെ നമ്മളോടുള്ള മനോഭാവം, ഇൻറ്റൻഷൻ എന്താണ്. രണ്ടാമത്, ആ ശത്രുവിന് ക്യാപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി ഇൻറ്റൻഷൻ ഇൻടു ക്യാപ്പബിലിറ്റി ഈസ് ത്രെറ്റ്. ഇതാണ് അതിൻ്റെ ഫോർമുല. അപ്പോൾ ഇപ്പം ക്യാപ്പബിലിറ്റി ഉണ്ട് പക്ഷേ ഇൻറ്റൻഷൻ 0 ആണെങ്കിൽ ത്രെറ്റ് 0. പക്ഷേ ഇൻറ്റൻഷനും ഉണ്ട് ക്യാപ്പബിലിറ്റിയും ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ത്രെറ്റ് ഹൈ ആവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഇൻറ്റൻഷൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റൻഷൻ എപ്പോൾ വേണമെങ്കിലും മാറാം. ഇപ്പോൾ നമുക്ക് കാണുകയാണെങ്കിൽ ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ മോദിജി വന്നു, അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ഡിഫറെൻറ്റ്. അവിടെ മിസ്റ്റർ നവാസ് ഷെരീഫ് വന്നു, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഡിഫറെൻറ്റ്. ഇമ്രാൻഖാൻ വന്നു, ഇമ്രാൻഖാൻ്റെ കാഴ്ചപ്പാട് ഡിഫറെൻറ്റ്. സോ ഇൻറ്റൻഷൻസ് ക്യാൻ ചേഞ്ച് എനി ടൈം. പക്ഷേ ക്യാപ്പബിലിറ്റിക്ക് സമയമെടുക്കും. നേരത്തെ സാർ പറഞ്ഞ പോലെ ഇപ്പം പെട്ടെന്ന് എന്തുകൊണ്ട് 36 റഫാൽ യുദ്ധവിമാനം വേണം? ഇപ്പോൾ ഒരു പ്രൊസീജിയർ എന്ന് വെച്ചാൽ, ഒരു കാര്യം നമ്മൾ ഇന്ന് ഞാൻ തീരുമാനിക്കുകയാണ് എനിക്കൊരു 18 എയർക്രാഫ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ, ആ തീരുമാനം എടുക്കുന്ന തൊട്ട് അത് ഇംപ്ലിമെൻറ്റ് ഫൈനലായിട്ട് പറന്ന് പൈലറ്റ്സ് ട്രെയിൻ ചെയ്ത് അത് ഓപ്പറേഷനിലാവണമെങ്കിൽ കുറേ സമയമെടുക്കും, വർഷങ്ങളോളമാണ് എടുക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഇന്നലെ പ്രൈം മിനിസ്റ്റർ മോദി അദ്ദേഹം 3 കപ്പൽ നമ്മളെ കമ്മീഷൻ എന്ന് വെച്ചാൽ നൗ ദേ ക്യാൻ നേവി യൂസ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ അതിൻ്റെ ഞാൻ മനസ്സിലാക്കി ഒരു ഷിപ്പ് 2019 ആദ്യമായിട്ട് അതിൻ്റെ കീഴിൽ കൊടുക്കുന്നുള്ളത്. 2022 അത് നേവിക്ക് കൊടുത്തു ഫോർ ട്രയൽസ്. 25 ആയപ്പോഴാണ് അത് ഫൈനലി അത് ഓപ്പറേഷനിൽ യൂസ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നത്. അപ്പം ദർ ഇസ് എ ടൈം ലാഗ് ഡിഫറൻസ്. അത് നമുക്ക് മാത്രമല്ല എല്ലായിടത്തും ഉള്ള ഒരു സംഭവമാണ്. അപ്പം ഇൻറ്റൻഷൻ ഓവർനൈറ്റ് ചേഞ്ച് ചെയ്യും, പക്ഷേ ക്യാപ്പബിലിറ്റി കനോട്ട് ചേഞ്ച് ഓവർനൈറ്റ്. അപ്പം നമ്മൾ ഒരു സ്ട്രാറ്റജിക് ആയിട്ടൊരു ഡിസിഷൻ എടുത്തില്ലെങ്കിൽ ഒരു സമയത്ത് നമുക്ക് ഇന്ന് നമ്മളെ ഒരു 42 സ്ക്വാഡ്രൻസ് ഓഫ് എയർഫോഴ്സ്, സാർ ആ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട്, മിനിമം നമുക്ക് ആവശ്യം 42 സ്ക്വാഡ്രൻസ് ആണെന്ന് വിചാരിക്കുക. അത്രയും ഇതിനെല്ലാത്തിനും ഒരു ലൈഫുണ്ട്. നമുക്കറിയാലോ, നമ്മളൊരു വണ്ടി വാങ്ങിച്ചാൽ തന്നെ അതിനൊരു ലൈഫുണ്ട്. ആ ഒരു ലൈഫ് കഴിയുന്ന അനുസരിച്ച് ഒരു ഡിസിഷൻ എടുത്തില്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് വരുന്നത് അപ്പോഴായിരിക്കത്തില്ല, ഒരു 10 വർഷം 20 വർഷം 30 വർഷം കഴിയുമ്പോഴായിരിക്കും. അപ്പോൾ ഏതൊരു ആം ഫോഴ്സസിലും 3 തരത്തിലുള്ള എക്യുപ്മെൻറ്റ് പ്രൊഫൈൽ കാണും. ഒന്ന് അൾട്രാ മോഡേൺ, ലേറ്റസ്റ്റ്. ഇപ്പോൾ ഈ 3 ഷിപ്പ് ലേറ്റസ്റ്റ് ആയിരിക്കും. ഒന്ന് ഒരു മിഡ് ലൈഫ്, ഒന്ന് ഏജിങ് ആയിട്ടുള്ള. ഇപ്പം നമ്മൾ എയർഫോഴ്സിൽ MiG-21 അതിനെ എപ്പോൾ ആണെങ്കിലും നമുക്ക് ഫേസ് ഔട്ട് ചെയ്യുക, അത് പതുക്കെ ഫേസ് ഔട്ട് ചെയ്യണം. അപ്പം ഈ ഒരു പ്രൊസീജിയറിൽ, അതായത് നമ്മൾ ആ ടൈമിൽ ഡിസിഷൻ എടുത്തില്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് വരുന്നത് 30 to 40 years ലേറ്റർ ആയിരിക്കും. കാരണം അന്ന് ഇപ്പോൾ ആസ് ഓഫ് നൗ ഈ കേപ്പബിലിറ്റിയും ഇൻറ്റൻഷനും ഇത് രണ്ടും നമുക്കെതിരെ ഉള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, ചൈന ഓർ ബംഗ്ലാദേശ്? ബംഗ്ലാദേശ് അതിന് ഓരോന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, ലെറ്റ്സ് സീ പാകിസ്ഥാനെ സംബന്ധിച്ചോളം അവർ ഓൾവേസ് ഇൻറ്റൻറ്റ് അവരുടെ ഇപ്പോൾ ഒരു സ്കെയിൽ ഓഫ് 0 to 10 കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഒരു 6-7 ഇൻറ്റൻറ്റ് എപ്പോഴും ഉള്ളതാണ്, എപ്പോഴും ഉണ്ട്. അതായത് more than 50% they want to harm India എന്നുള്ള ഒരു രീതിയിലാണ് അവർ പോകുന്നത്. ക്യാപ്പബിലിറ്റി ഓവർ എ പീരീഡ് ഓഫ് ടൈം, ഇപ്പം ഒരു അടുത്ത കാലത്ത്, അതായത് ഒരു പീരീഡിൽ അവർ വളരെയേറെ ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആയിരുന്നു. പക്ഷേ ഇപ്പം ബിക്കോസ് ഓഫ് ദിയർ ഓൺ എക്കണോമിക് കണ്ടീഷൻ അവരുടെ ക്യാപ്പബിലിറ്റി ടു ഫൈറ്റ്, ഇപ്പം ഫൈറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വെറും ആർമി അല്ലെങ്കിൽ എയർഫോഴ്സ് ഈ എക്യുപ്മെൻറ്റ് മാത്രമല്ല, അതിൻ്റെ ബാക്കിലൊരു ലോജിസ്റ്റിക്സ് ഉണ്ട്. ലോജിസ്റ്റിക്സ് ഡിസൈഡ്സ് വെദർ യു ക്യാൻ വിൻ ഓർ നോട്ട്. അപ്പം ലോജിസ്റ്റിക്സിന് വേണ്ടി നിങ്ങൾക്ക് പൈസ വേണം. പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ടാങ്ക് അതിനകത്ത് പെട്രോൾ ഒഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഡീസൽ ഒഴിക്കാൻ പറ്റുമോ, അത് എന്നാലേ ഓടത്തുള്ളൂ. പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഇതെല്ലാം കൂടെ ക്യാപ്പബിലിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. അല്ല വെറും എക്യുപ്മെൻറ്റ് മാത്രമല്ല, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. അവരുടെ ഒരു 7 ദിവസത്തിനപ്പുറം എക്സ്റ്റേണൽ ഫോഴ്സ് സപ്പോർട്ട് ഇല്ലാതെ അവർക്ക് ഫൈറ്റ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഇല്ല. അപ്പോൾ അവരുടെ ക്യാപ്പബിലിറ്റി ഇന്ന് ഒരു 1 or 2 ആയിരിക്കും അവരുടെ നിൽക്കുന്നത്. അപ്പം 1 or 2 തന്നെ എടുത്തോളൂ. അപ്പോൾ 2 into 6 എന്ന് പറഞ്ഞാൽ ഏകദേശം 12 ആണ് അവരുടെ ഇപ്പോഴത്തെ ഒരു നമ്മളെ അഗേൻസ്റ്റുള്ള ത്രെട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ചൈനയെ സംബന്ധിച്ചോളം ഇത് അവരുടെ ക്യാപ്പബിലിറ്റി ഈസ് അബൌട്ട് 6 to 7. ബട്ട് ഐ ഡോണ്ട് തിങ്ക് അവർ 6 നമ്മളൊരു, അതായത് നമ്മളെ അഗേൻസ്റ്റ് ആയിട്ടുള്ള ക്യാപ്പബിലിറ്റിയുടെ കാര്യം പറഞ്ഞത്. ക്യാപ്പബിലിറ്റി നോട്ട് ഇൻറ്റൻഷൻ. ക്യാപ്പബിലിറ്റി ഒരു 6 to 7 ഔട്ട് ഓഫ് എ സ്കെയിൽ ഓഫ് 10. ജനറലി വാട്ട് ഐ റീഡ് ഫ്രം പബ്ലിക് ഡൊമൈൻ, ചൈന ഭയങ്കര കേപ്പബിളാണ്. ദേ ആർ ഹെഡ് ഓഫ് ഈവൻ അമേരിക്കയുടെ F-35 സ്മാർട്ടായിട്ടുള്ള ഫൈറ്റർ ജെറ്റ്സ് അവർക്കുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്നു. സർ, ഇതിൻ്റെ കുഴപ്പം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാപ്പബിലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാപ്പബിലിറ്റി ഈസ് ജസ്റ്റ് നോട്ട് നമ്പേഴ്സ്. ഓക്കെ, എനിക്ക് 10 ടാങ്ക് ഉണ്ട്, നിങ്ങൾക്ക് 9 ടാങ്കേ ഉള്ളൂ. എനിക്ക് 8 എയർക്രാഫ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക്
2 ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 5 സബ്മറീൻ ഉണ്ട്, എനിക്ക് 6 ഉള്ളൂ. അത് നമ്പേഴ്സാണ്, ന്യൂമറിക്കൽ സ്ട്രെങ്ത് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു റേഷ്യോ എടുക്കാം. പക്ഷേ കാപ്പബിലിറ്റി ഈസ് ജസ്റ്റ് നോട്ട് നമ്പേഴ്സ്. കാപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ, അതായത് നിങ്ങൾ എവിടെ അത് ഉപയോഗിക്കുന്നോ അവിടെ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു 10 ടാങ്ക് ഉണ്ട്, പക്ഷെ പോകാനുള്ള ഒരു വഴിയേ ഉള്ളൂ, ഒരു ടാങ്കിന് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ആ ഒരൊറ്റ ടാങ്ക് ആയിരിക്കും നിങ്ങളെ നേരിടാൻ വരുന്നത്. അതിൻ്റെ ബാക്കിൽ ചിലപ്പം ബാക്കിൽ ഇത് കാണും. അപ്പോൾ ഇത് ഞാൻ ഈ കാപ്പബിലിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജോഗ്രഫി, ഇന്ത്യയുടെ ബാക്കി എല്ലാം വെച്ച് നോക്കുമ്പോഴുള്ള ആ ഒരു ചൈനയുടെ കാപ്പബിലിറ്റി കുറിച്ച്. അപ്പോൾ അവർ കേപ്പബിലിറ്റി 6 to 7 അവരുടെ ഇന്റന്റ് യുനോ ചൈനീസിന്റെ ഇന്റൻഷൻ ഈവൻ യുനോ ഐ തിങ്ക് FBI പോലും കറക്റ്റായിട്ട് പറയാൻ പറ്റാത്തൊരു സംഭവമാണ്. ബിക്കോസ് അവർ പറയുന്നതും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അങ്ങനെ അവരുടെ ഫിലോസഫി തന്നെ ആയിരുന്നു, സാറിന് അറിയാമല്ലോ, യുനോ ഹൈഡ് യുവർ കാപ്പബിലിറ്റീസ് ആൻഡ് ഹൈഡ് യുവർ ഇന്റൻഷൻ ബൈഡ് യുവർ ടൈം എന്നൊക്കെ പറഞ്ഞുള്ളത്. അതായത് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഇപ്പം നിങ്ങൾ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യൂ എന്നുള്ളതാണ്. അപ്പം ഇന്റൻഷൻ അവരുടെ അറ്റ് ദി മൊമെന്റ് വിത്ത് ഇന്ത്യ ഫോർ എ വാർ, എനിക്ക് തോന്നുന്നു ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് മോർ ദാൻ വൺ. ദേ ഡോണ്ട് വോണ്ട് ടു ഹാവ് എ വാർ വിത്ത് ഇന്ത്യ. അതാണ് അതിൻ്റെ വാസ്തവം. അത് കാരണം അവർക്ക് അവർ നമ്മളെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രബിൾ ചെയ്യുന്നു. അതെ, അത് അവരുടെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. അതായത് നമ്മളെ ഒരു ടൈ ഡൗൺ ചെയ്യാന്നുള്ള രീതിയിൽ, അതായത് നമുക്ക് നമ്മളെ ഇറിറ്റേറ്റഡ്, കീപ്പ് us യുനോ ചേഞ്ച് ആ ഫോക്കസ് ഫ്രം വെയർ വി ഷുഡ്. നമ്മൾ എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത് അതിൽ നിന്ന് വിട്ട് അവരുടെ ഈ ഒരു കാര്യത്തിലേക്കുള്ള ഒരു ഇത്. ആൻഡ് ഓൾസോ അവർക്കൊരു ഞാനാണ് ഇവിടുത്തെ ബോസ് എന്നുള്ള രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു സുപ്രീമസി കാണിക്കാൻ വേണ്ടിയുള്ള മോറൽ അസെൻഡൻസി കിട്ടാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അടുത്ത കാലത്തെ നമ്മൾ വലിയ സെലിബ്രേഷൻ നടത്തിയതാണ്. ചൈന ഹാസ് എഗ്രീഡ് ടു ഗോ ബാക്ക് ടു pre-2020 2020 സ്റ്റാറ്റസിലേക്ക് പോകാൻ ചൈന സമ്മതിച്ചു. അത് ഭയങ്കര ഡിപ്ലോമാറ്റിക് വിക്ടറിയാണ് എന്നൊക്കെ പറയുന്നു. ഓക്കെ, എഗ്രീഡ്. അത് വിക്ടറി ആണെങ്കിൽ ദർ വാസ് എ ഫെയിലിയർ ബിഫോർ, ഇല്ലേ? ഇല്ല സാർ, അതിനെ ഞാൻ കാണുന്ന ഒരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംഗിളിലാണ്. കാരണം ഒന്ന് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അത് അവിടെയാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ളത് പറഞ്ഞത്. അത് ഞാൻ അവിടെ സെർവ് ചെയ്തുകൊണ്ട് എനിക്ക് മനസ്സിലാവും അതിൻ്റെ ഡൈനാമിക്സ് എന്താണെന്ന്. ഇപ്പം സാറ് ചോദ്യം ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ സ്പെസിഫിക് ആക്കാം. 4000 സ്ക്വയർ കിലോമീറ്റേഴ്സ് അപ്രോക്സിമേറ്റ് നമ്മളുടെ സ്ഥലം ചൈന പിടിച്ചെടുത്തു സംവെയർ ഇൻ 2020. ദിസ് വാസ് റേസ്ഡ് ബൈ രാഹുൽ ഗാന്ധി, subsequently Subramanian Swamy. Okay, both are politically inimical to Narendra Modi, which is non-public fact. But it was tweeted by General Malik also. അപ്പോഴാണ് ഞാൻ ഇത് ഗൗരവമായിട്ട് എടുക്കുന്നത്. ജനറൽ മലിക് വൈ ഷുഡ് ഹി, അപ്പോൾ ദർ ഇസ് സം ട്രൂത്ത്. അതിനുശേഷം അപ്പോഴും ഞാൻ ബീയിങ് എ നാഷണലിസ്റ്റ് ഐ വാസ് ഓൾവേസ് ഇല്ല അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചിരുന്നു. അപ്പോഴാണ് ഈ സെലിബ്രേഷൻ 2020 ലെവലിലേക്ക് പിന്മാറാൻ ചൈന സമ്മതിച്ചു. പിന്മാറാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ അവർ മുന്നേറിയിരുന്നു എന്നൊരർത്ഥമുണ്ട്. ഓക്കെ സാർ, അതിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ ജനറൽ മലിക് എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ടോട്ടലി ഒരു നാഷണലിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആൻഡ് വെരി ഹൈലി പ്രൊഫഷണൽ സോൾജറാണ്. അപ്പം അദ്ദേഹം ലോസ്റ്റ് ആയിട്ട് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല സാർ. എനിക്ക് തോന്നുന്നു ചിലപ്പം ഇന്ത്യയുടെ ആ സ്റ്റാൻഡിനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളായിരിക്കും. ബിക്കോസ് പലപ്പോഴും എന്നെ നേരിട്ട് ഫോൺ വിളിച്ച് പുള്ളി ഞാൻ പറയുന്ന സ്റ്റാൻഡിനെ അനുകൂലിച്ചിട്ട് സംസാരിക്കുന്നു. അതായത് ഒരു എൻകറേജ്മെന്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അല്ല, അത് ശരിയായിരിക്കുന്നു. കാരണം ഈ എന്താ പെട്രോളിംഗ് പോയിന്റ്, ഫിംഗേഴ്സ്, ഇതുപോലത്തെ ചില വാക്കുകളൊക്കെ ഉപയോഗിക്കാം. ഇതൊക്കെയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത എന്നെ പോലുള്ളവർക്ക് ഓക്കെ വി ലോസ്റ്റ് ആൻഡ് വി റീഗെയിൻ സാർ. ഇതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ, ഇതാണ് ആക്ച്വലി ഈ ഒരു ഇതിൽ എന്താണ് നടക്കുന്നതെന്ന് ഈ സാധാരണക്കാർക്ക് എൻ്റെ ഒരു അവസ്ഥയാണ് സാർ ഇപ്പോൾ ഈ പറഞ്ഞത്. അതായത് യുനോ നമ്മൾ അവിടെ ലോസ്റ്റ് ആയിരുന്നു. അതിന് ആക്ച്വലി പറഞ്ഞാൽ ഇതിന് നേരത്തെ സാർ ചോദിച്ചില്ലേ സൈബർ വാർഫെയർ എന്ന്. ഇത് ആക്ച്വലി സൈബർ വാർഫെയർ അല്ല, ഇതാണ് ഇൻഫോർമേഷൻ വാർഫെയർ എന്ന് പറയും. അതായത് ഇൻഫോർമേഷൻ എങ്ങനെ പ്ലേ ചെയ്താൽ മനുഷ്യൻ്റെ മനസ്സിനകത്ത് എങ്ങനെയാണ് ആ വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ വരുന്നതെന്നുള്ള ക്ലാസിക്കൽ എക്സാമ്പിളാണ് ഇപ്പോൾ സാറിനെ പോലൊരു ആളും ടോട്ടലി നാഷണലിസ്റ്റ് ഇന്റലക്ച്വൽ ബട്ട് യെറ്റ് യു വോണ്ട് ടു ബിലീവ് ദാറ്റ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഈ 2000 സ്ക്വയർ കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി, ടോട്ടലി ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി. കാരണം ഇന്ത്യ ലോസ്റ്റ് ടെറിട്ടറി, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷേ നോട്ട് ഇൻ 2020, ഇറ്റ് ഇസ് 1959 തൊട്ട് 1962 ആൻഡ് അതിന് ആ പീരീഡിലാണ് ഇന്ത്യ അക്സൈ ചിങ് എന്നുള്ള ആ ഏരിയ നമുക്ക് ലോസ് ആയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ബിക്കോസ് അവരുടെ ചൈനീസ് തന്നെ അവരുടെ ഒരു സൈഡ് ചോദ്യം ചോദിക്കട്ടെ.
ഈ വി ലോസ് ടെറിട്ടറി ഒരു നോ ദാറ്റ് 38,000 സ്ക്വയർ കിലോമീറ്റർ വാസ് ക്യാപ്ചേർഡ് ബൈ ചൈന അറ്റ് ദാറ്റ് ടൈം. ഇതിൻ്റെ ഫാക്റ്റിനെ ചൊല്ലി ഒരു എൻക്വയറി ഉണ്ടായി. എൻക്വയറിയുടെ റിപ്പോർട്ടും ഉണ്ടായി, ഹെൻഡേഴ്സൺ ബ്രൂക്സ് റിപ്പോർട്ട്. ഞാൻ നോക്കുമ്പോൾ കോൺഗ്രസ് ഭരിക്കുമ്പോൾ BJP ഈ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് പറയും. BJP ഭരിക്കുമ്പോൾ കോൺഗ്രസ്സുകാർ ആവശ്യപ്പെടും ഈ റിപ്പോർട്ട് പുറത്തുവിടണം. ബട്ട് നെയ്തർ BJP നോർ കോൺഗ്രസ് ഈ റിപ്പോർട്ട് ഇന്നുവരെ പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ ഇത്രയും വർഷമായ സ്ഥിതിക്ക് അത് ഡീക്ലാസിഫൈ ചെയ്യുന്നതിൽ ദോഷമുണ്ട്. എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതവിടെ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്തത്, എന്തൊക്കെയാണ് ചെയ്തത്. മേ ബി അതിനകത്ത് വി മെയ്ഡ് സം മിസ്റ്റേക്ക്. ഓക്കെ, ലെറ്റ് അവർ പീപ്പിൾ നോ ദാറ്റ് വി മെയ്ഡ് എ മിസ്റ്റേക്ക്. ധാരാളം ബുക്സ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ സർ. കുഡ് ബി ജനറൽ തിമ്മയ്യ ഓർ ജവഹർലാൽ നെഹ്റു ഓർ VK കൃഷ്ണമേനോൻ. someone has made a mistake. അത് ആ ഹിസ്റ്റോറിക്കൽ പോർഷൻ ആൾക്കാർക്ക് ഡീക്ലാസിഫൈ ചെയ്ത് കൊടുക്കണം. മറ്റ് രാജ്യങ്ങളൊക്കെ അത് ചെയ്യാറുണ്ട്. ഒരു 40 വർഷമൊക്കെ കഴിയുമ്പോൾ ഈ പറഞ്ഞ കൺസേൺഡ് ആൾക്കാർ മരിച്ചുപോയും കാണും. ദെൻ യു ഡീക്ലാസിഫൈ ദ ഇൻഫർമേഷൻ. ആരും ദൈവങ്ങളൊന്നുമല്ല. സംബഡി ഹാവ് കമ്മിറ്റഡ് എ മിസ്റ്റേക്ക്. ഓൺലി തിങ് അത് ഇന്ത്യൻ സാഹചര്യത്തിൽ അത് പൊളിറ്റിക്കലി യൂസ് ചെയ്യപ്പെടും. നമ്മളുടെ ഇത്രയും എല്ലാ കാര്യത്തിലും പൊളിറ്റിക്സ് കലർത്തുന്ന വേറൊരു ജനതയെ ഞാൻ കണ്ടിട്ടില്ല. എവറിത്തിങ് ഈസ് എ പൊളിറ്റിക്കൽ ടൂൾ ഫോർ അസ്. ഇത് ഭയന്നിട്ട് ഈ ഹെൻഡേഴ്സൺ ബ്രൂക്സ് റിപ്പോർട്ട് ഒളിച്ചു വയ്ക്കുക, എന്നിട്ട് അതിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങും. Nobody knows what is the actual truth. Facts on ground also എല്ലാവർക്കും അറിയാം. അത്രയും ഏരിയ നമ്മൾ ലോസ് ആണ്, നമ്മൾ IB വെച്ചിട്ടല്ല നമ്മളിപ്പോൾ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. പക്ഷേ 2020 അങ്ങനെ ഒരു സംഭവം നടന്നില്ല. ഈ 2000 സ്ക്വയർ കിലോമീറ്റേഴ്സ് ഞാൻ പലയിടത്തും ചോദിച്ചിട്ടുണ്ട്. ഈ എൻ്റെ അടുത്ത് പറയാം, നിങ്ങൾ പറയൂ എവിടെയൊക്കെയാണ് ലോസ് ആയിട്ടുള്ളതെന്ന്. ഇവർ മനസ്സിലാക്കാത്ത കാര്യം എന്ന് വെച്ചാൽ ഈ ലോസ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു റെഫറൻസ് പോയിന്റ് വേണം, അല്ലേ സാർ? ഇപ്പോൾ ഒരു ലൈൻ ഉണ്ട്, ആ ലൈനിൽ നിന്ന് ഇങ്ങോട്ട് നമുക്കാണെങ്കിൽ നമുക്ക് ആ റെഫറൻസ് ഇത്രയും നമുക്ക് ലോസ് ആയി. സാർ, ഇത് കാറ്റഗോറിക്കലി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു ഡിനയൽ ഇഷ്യൂ ചെയ്തിട്ടില്ല. നെയ്തർ ഇൻ ദ പാർലമെന്റ് നോർ ഔട്ട്സൈഡ്. ഇല്ല, ഞാൻ ദാറ്റ് വി ഹാവ് നോട്ട് ലോസ്റ്റ് എനി ടെറിട്ടറി എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ളത് ഞാൻ കേട്ടിട്ടുള്ളത്, അതായത് we have not lost any territory which was under our control എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ കൺട്രോളിൽ ഏത് ടെറിട്ടറിയാണ് ഉണ്ടായിരുന്നത് ആ ടെറിട്ടറി ലോസ് ആയിട്ടില്ല. അതാണ് നമ്പർ 1 പോയിന്റ്. ഇപ്പോൾ അവിടെ തന്നെ ഈ ടെറിട്ടറി ഏതാണെന്നുള്ളത് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 3 രീതിയിലുള്ള ടെറിട്ടറി അവിടെ ഉണ്ട് ഈ നമ്മുടെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ. ഒന്ന് ഇന്ത്യൻ. റൈറ്റ് സാർ, എന്താണ് ഇത്? ലൈൻ ഓഫ് കൺട്രോൾ, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ, എന്താ ഇത്? അതേപോലെ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ, ഇപ്പം നമുക്കറിയാം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള കശ്മീരിൻ്റെ ബേസിൽ ഒരു ഫോർമലായിട്ട് എഗ്രി ചെയ്ത ഒരു സംഭവമാണത്. അത് 1971 യുദ്ധം കഴിഞ്ഞ് 2 സൈഡും എവിടെയാണ് നിന്നത് അവിടെ നിന്ന് ലൈൻ ഓഫ് കൺട്രോൾ എന്നുള്ളത് സ്ഥാപിച്ച് മാപ്പിൽ സൈൻ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് ഏതൊക്കെ പോസ്റ്റ് എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് മാപ്പിൽ വരച്ച് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടുണ്ട്. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുമ്പം ഇന്ത്യയും ചൈനയും തമ്മിൽ 1962 യുദ്ധം കഴിഞ്ഞ് ഏത് ലൊക്കേഷനിലായിരുന്നോ അവിടെ നിന്ന് പുറത്തോട്ട് പോയി അവിടെ നിന്ന് വിഡ്രോ ചെയ്ത ഒരു സാങ്കല്പിക ലൈനാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വേർ ഇസ് ദ റെഫറൻസ്, ഹൂ സേസ് ദാറ്റ് ഇവിടെ നിന്ന് നമ്മൾ പോയി. അതുകൊണ്ട് ഇന്ത്യൻ കൺട്രോളിൽ ഉണ്ടായിരുന്ന ലാൻഡ് ഒന്നും പോയിട്ടില്ല. അവിടെ 3 തരത്തിലുള്ള ലാൻഡ് ഉണ്ട്. ഒന്ന് ഇന്ത്യൻ കൺട്രോളിലുള്ള ലാൻഡ്, ചൈനീസ് കൺട്രോളിലുള്ള ലാൻഡ്, മൂന്നാമതായിട്ട് ഇന്ത്യയും ചൈനയും കണ്ടസ്റ്റ് ചെയ്യുന്നൊരു ലാൻഡ് ഉണ്ട്. ഇത് ഞങ്ങളുടേതാണെന്നുള്ളത്. അതായത് ചില സ്ഥലത്ത് നമുക്ക് തർക്കമൊന്നുമില്ല. ചൈനയ്ക്കറിയാം ഞങ്ങൾ ഇവിടെ വരെ വന്നിട്ടുണ്ടായിരുന്നു, അക്സൈറ്റ് നിന്നാണ്, ഇനി അങ്ങോട്ട് ഞങ്ങൾക്കില്ല, ഞങ്ങൾ വരുന്നില്ല. ഇന്ത്യ പറഞ്ഞ് ഞങ്ങൾ ഇവിടെ വരെ ഉണ്ട്, ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരത്തില്ല. അത് രണ്ടും അഗ്രിയാണ്. ഈ ഇടയ്ക്കൊരു സ്ഥലമുണ്ട്, അവിടെ നമ്മളും ചെല്ലും അവരും വരും. അവിടെ തർക്കം നടക്കുക. അതാണ് ലൈൻ ഏരിയാസ് ഓഫ് ഡിഫറിങ് പെർസെപ്ഷൻസ് എന്നാണ് അതിനെ പറയുന്നത്. ഇവിടാണ് പ്രശ്നം വരുന്നത്, ഇവിടാണ് അടി നടക്കുന്നത്. കാരണം ഇവിടെ 2 പേരും വരും ഒരുമിച്ച് വരുമ്പോൾ ഉന്തും തള്ളുവാകും. മറ്റു സ്ഥലത്തൊന്നും പ്രശ്നമല്ല, ഒരു കുഴപ്പമില്ല, നിങ്ങൾ എപ്പം വേണമെങ്കിലും വന്നും നിങ്ങൾക്ക് പോവാം എന്നുള്ള രീതിയിലാണ് അവിടെ നടക്കുന്നത്. ഈ സ്ഥലത്താണ് പ്രശ്നം. ഇടയ്ക്കൊരു വാക്ക് ഉപയോഗിച്ചില്ലേ, ഉന്തും തള്ളും. അങ്ങനെ ഒരു ഫിസിക്കലി അങ്ങനെ നടക്കാറുണ്ട്. ആയുധമില്ലാതെ കൈകൊണ്ട് ചുമ്മാ ഉന്തുകയും തള്ളുകയും നടക്കാറുണ്ട്. നമ്മളെ നാട്ടിൻപുറത്തെ വേലിത്തർക്കം പോലെ മാറാം. അതാണ് ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ 2 പവർഫുൾ കൺട്രീസ്, ലോകത്തെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രങ്ങളിലുള്ള രാഷ്ട്രം, 2 വലിയ സൈന്യം. പക്ഷേ അവർ 2 സൈന്യങ്ങൾ ട്രൂപ്സ് വരുമ്പോൾ അവിടെ ചില പ്രോട്ടോകോൾസ് ഉണ്ട്. നിങ്ങൾ ആയുധം ക്യാരി ചെയ്ത് തന്നെ തിരിച്ചിടണം, ഫയറിങ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉള്ളത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരും പ്രൊഫഷണൽസ് ആണ്. ഇപ്പം ചൈനീസ് സോൾജേഴ്സും അവരും പ്രൊഫഷണൽസ് ആണ്, നമ്മളും പ്രൊഫഷണൽസ് ആണ്. നിങ്ങൾക്ക് അവിടെ നമ്മൾ ഒരു മാപ്പും സൈൻ ചെയ്ത് ഞാൻ തന്നിട്ടില്ല, നിങ്ങൾ ഓൺ ഗ്രൗണ്ടിൽ തന്നെ കാണിച്ചിട്ടില്ല ഇതുവരെ എൻ്റെതാണെന്ന്. അപ്പോൾ അവിടെ തർക്കം നടക്കും. നടക്കുമ്പോൾ നാച്ചുറലി ഞാൻ എൻ്റെ
ട്രൂപ്സിന് അല്ലെങ്കിൽ എൻ്റെ ജവാന്മാർ നമ്മുടെ ഭാരതഭൂമി എന്ന് പറഞ്ഞാൽ അവർ നിൽക്കും, അവർ ചൈനീസ് എന്നുള്ള രീതിയിൽ അവർ നിൽക്കും. അപ്പോൾ ഉന്തും തള്ളുമൊക്കെ നടക്കും. അപ്പോൾ നമ്മളെ ടാക്ടിക്സിൽ ഇപ്പോൾ രാജ്പൂത് റെജിമെൻറ്റിലെ ജവാന്മാരാണ്, നല്ല റെസ്ലിംഗ് ഒക്കെ ഉള്ള അല്ലെങ്കിൽ ബാസ്കറ്റ്ബോൾ കളിക്കുന്ന 6 അടി 4 ഇഞ്ച് ഉള്ള പയ്യന്മാരെ ഫ്രണ്ട് നിർത്തും. അപ്പോൾ അവർ 2-3 പേരെയൊക്കെ തൂക്കിയെടുക്കും. അപ്പോൾ ഇതൊക്കെ സാധാരണയായി നടക്കുന്ന കാര്യമാണ്. അപ്പോൾ സ്നേഹമുള്ളപ്പോൾ നല്ല റിലേഷൻഷിപ്പും ഉണ്ട്. തണുപ്പൊക്കെ ആകുമ്പോൾ അവരും വന്ന് നമ്മുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അവരും ചോദിക്കാറുണ്ട്. സംഘർഷം ഇല്ലാത്ത സമയത്ത്. സംഘർഷം ഉള്ളപ്പോൾ അടി കൊടുക്കും, നന്നായിട്ട് അടി കൊടുക്കും. പകുതി കാര്യങ്ങൾ പുറത്ത് വരാതിരുന്ന് ഇത് പുറത്ത് വന്നപ്പോഴാണ് ഇതെല്ലാം മുന്നോട്ട്. അതുകൊണ്ട് ഈ 2000 സ്ക്വയർ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസിക്കൽ ഇൻഫർമേഷൻ ഓപ്പറേഷൻസിന്റെ ഭാഗമായിട്ട് ഒരു നറേറ്റീവ് സെറ്റ് ആയതാണ്. അതായത് സാധാരണ ആബ്സൊല്യൂട്ട്ലി ഡിസ്ഇൻഫർമേഷൻ. ഇതിനെക്കുറിച്ച് ധാരാളം സയന്റിഫിക് സ്റ്റഡീസ് ഉണ്ട് ഇൻഫർമേഷൻ വാർഫെയർ കുറിച്ച്. അപ്പം ഇപ്പം തന്നെ അതിനകത്ത് ഒരു കാര്യം, വാർ ഇസ് ഇമ്പോസിങ് മീനിങ് ഓൺ പീപ്പിൾ എന്നാണ് പറയുന്നത്. യുദ്ധം ആളുകളുടെ പുറത്ത് ഒരു അർത്ഥം കൊടുക്കാൻ വേണ്ടി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റഷ്യയും യുക്രൈനും നമ്മൾ യുദ്ധം നടക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അവിടെ റഷ്യ പറയുന്നത് ഞങ്ങൾ ഓൾമോസ്റ്റ് 20% പിടിച്ചു കഴിഞ്ഞു. യുക്രൈൻ വന്ന് ഇത്രയും വലിയ രാജ്യമാണെന്ന് നോക്കും, ഞങ്ങൾ ഇത്രയും നാളായിട്ട് ഞങ്ങൾ പിടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ റഷ്യ ജയിച്ചിട്ടുമില്ല, യുക്രൈൻ തോറ്റിട്ടുമില്ല. അപ്പോൾ ഇതാണ് നെറേറ്റീവ്സിന്റെ ഒരു ബലം. അപ്പോൾ ഈ ചൈന ചെയ്തതെന്ന് വെച്ചാൽ വളരെ തന്ത്രപരമായിട്ട് ഇത് ചെയ്തപ്പം അവർ ഈ ഇൻഫർമേഷൻ എവിടെയോ ഇട്ടു. അത് ആരെങ്കിലും ഒരു ജേർണലിസ്റ്റ് അതിനകത്തൊരു ലേഖനം എഴുതി, അതിനകത്ത് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ആർമിക്കാരൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കമൻറ്റും കൂടെ ഇട്ട് പുള്ളി അറിഞ്ഞോ അറിയാതോ അല്ലെങ്കിൽ പുള്ളിയുടെ പറഞ്ഞതിനെ കട്ട് ചെയ്ത് എടുത്തിട്ടിട്ട് അത് നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ രാഷ്ട്രീയക്കാർ അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോൾ മനഃപൂർവ്വം തന്നെ അതിനൊരു നരേറ്റീവ് ആക്കി മാറ്റി 2000 സ്ക്വയർ കിലോമീറ്റേഴ്സ് വി ഹവ് ലോസ്റ്റ്. ഞാൻ അവിടെ സെർവ് ചെയ്ത നാളെന്നുള്ള നിലയിൽ എവിടെയാണ് ലോസ് ചെയ്തതെന്ന് ഇപ്പോൾ പറഞ്ഞ ഡെംചോക്ക് അല്ലെങ്കിൽ ഡെപ്സാങ് ഇതൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഡെപ്സാങ്ങും ഡെംചോക്കിലും ഏത് ലൈനാണെന്നും കൂടെ പറയണം. എവിടെ ആ ലൈൻ ആരാണ് വരച്ചേക്കുന്നത്, എവിടെയാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നതെന്നും പറയണം. ഈ ചുമ്മാ നമ്മൾ ഇങ്ങനെ ഒരു രേഖ ഒന്നും ഇല്ലാതെ ഇത്രയും ലോസ് ആയെന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ടാണ്, അതായത് നമുക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ അവരും വരുന്നില്ല. അതാണ് നേരത്തെ ഇപ്പോൾ ഈ പെട്രോളിംഗ് സോണിനെ കുറിച്ചൊക്കെ വലിയ തർക്കം നടക്കുന്നുണ്ട്. നമ്മൾ അത്രയും ഏരിയ നഷ്ടപ്പെട്ടു. ഇവർ പറയാത്ത കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യൻ സൈന്യം പോകുന്നില്ല, ചൈനീസും വരുന്നില്ല. ആൻഡ് ചൈനീസ് വരുന്നത് അവർക്ക് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള സ്ഥലമാണ്. അവരവിടെ റോഡ് 62 തൊട്ട് കൺസ്ട്രക്ട് ചെയ്ത് നമ്മളിവിടെ നടന്നാണ് കൊണ്ടുള്ളത്. എന്നിട്ടും നമ്മൾ പറഞ്ഞു നിങ്ങൾ വരരുതെന്ന് പറഞ്ഞ് അവർ ഇന്ത്യൻ വരാത്തതുകൊണ്ട് അവരും വരുന്നില്ല. അത് എഗ്രി ചെയ്തു. അവിടെയാണ് സാറിൻ്റെ നേരത്തെ ചോദ്യത്തിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ, ചൈനയെ സംബന്ധിച്ചോളം അവർ എന്തിനാണോ ഈ കാര്യങ്ങൾ ചെയ്തത്, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് അവർ നേടിയോ എന്നുള്ളതിനകത്ത് ഒരു ഒബ്ജക്റ്റീവ് നേടിയിട്ടില്ല എന്നതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ 4-5 കാരണം ഉണ്ടായിരുന്നു. എന്തിനാണ് ചൈനീസ് സഡൻലി ഇങ്ങനെ ഒരു 50,000 ട്രൂപ്സിനെ കൊണ്ടുവന്നത്? അവിടെയാണ് നേരത്തെ ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അവരുടെ ഇൻറ്റൻഷൻ പെട്ടെന്ന് ചേഞ്ച് ആയത് നമ്മൾ പിടിച്ചില്ല. വി കുഡ് ക്യാച്ച് ഇമ്മീഡിയറ്റ്ലി ദാറ്റ് അവർ എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ട്രൂപ്സിനെ 50,000 പേരെ പെട്ടെന്ന് അവർ ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് വിട്ടു. അതാണ് നമ്മൾ ഫസ്റ്റ് വി വെ കോട്ട് ഓഫ് ഗാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത് പക്ഷേ അതിന് കൗണ്ടറായിട്ട് നമ്മൾ ഇമ്മീഡിയറ്റ്ലി വിത്തിൻ ഫ്യൂ വീക്സ് ടൈമിൽ നമ്മൾ ഈക്വൽ മൊബിലൈസേഷൻ നമ്മളും ചെയ്തു. നമ്മൾ അവിടെ 50,000 to 60,000 ട്രൂപ്സ് ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പം 2 വലിയ സൈന്യം അവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ അക്സായ് ചീനി ലഡാക്കിന്റെ ഏരിയയിൽ തന്നെ ഉണ്ട്. ലഡാക്കിൽ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ബറ്റാലിയൻ ആയിരുന്നു ഉണ്ടായിരുന്നത്, ഒരു ബ്രിഗേഡ്. ഇന്ന് അവിടെ ഡിവിഷൻ സൈസസ്, സ്ട്രൈക്ക് കോർ ഫോർമേഷൻ, അതായത് അങ്ങോട്ട് പോയി അടിക്കാൻ വേണ്ടി തയ്യാറായിട്ട്. ടെമ്പറേച്ചർ അവിടെ ടെമ്പറേച്ചർ വിന്റേഴ്സിലൊക്കെ ഒരു -40 degrees ഒക്കെ പോകും സാർ അവിടെ. -40 അതെന്റെ വിൻഡ് ചിൽ ഫാക്ടർ എന്ന് പറയുന്നത്. ഈ തണുപ്പ് മാത്രമല്ല, തണുപ്പിന്റെ കൂടെ ഈ കാറ്റടിക്കുമ്പം ആ ടെമ്പറേച്ചർ ഡ്രാസ്റ്റിക് ആയിട്ട് താഴെ പോകും. ആൻഡ് ഓക്സിജൻ കണ്ടന്റ് 50% അടുപ്പിച്ചൊക്കെയാണ് ചില സമയത്ത് വരുന്നത്. അതായത് നിങ്ങൾക്ക് 50%, നിങ്ങൾക്ക് യു കാൺ റണ്ണിങ്ങും അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ബാരലി യു ക്യാൻ വാക്ക്. അവിടാണ് ഈ ട്രൂപ്സ് പോയി എനിക്ക് +10 ഡിഗ്രിയിൽ ഓക്സിജൻ കിട്ടില്ല. +10 ഡിഗ്രി +9 ഒക്കെ ഡൽഹിയിൽ അതില്ല, ഗ്യാസ് ഫോർ ബ്രീത്ത്. അതാണ് -40 ഒക്കെ എനിക്ക് സങ്കല്പിക്കും. ഇൻസ്റ്റന്റേനിയസ് മരിച്ചുപോയി. ലോട്ട് ഓഫ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് നമ്മളവിടെ ഈ നേരത്തെ ഓക്സിജൻ കണ്ടന്റ് ഈ കുറവാകുമ്പം നമ്മുടെ ബോഡിയിൽ ഒരു മെക്കാനിസം ഉണ്ട് ഹീമോഗ്ലോബിൻ കൂട്ടാൻ വേണ്ടി, ഓക്സിജൻ ഇതിന് വേണ്ടിയുള്ള. അപ്പം HP കൗണ്ട് കൂടും. HP കൗണ്ട് കൂടുമ്പോൾ എന്ത് പറ്റും, ബ്ലോക്കേജസ് വരും. HP എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം ഇന്റേർണലി നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള സാധ്യത കൂടും.
അങ്ങനെ ധാരാളം മരണവും ധാരാളം സ്ട്രോക്സ് വരുന്ന ഒരു ഏരിയ കൂടിയാണ്. അവിടാണ് ഇത്രയും തോക്കും ഇതുമൊക്കെ ആയിട്ട് ഈ ജവാൻ നടന്ന് പോയി പെട്രോളിങ് രാത്രിയും പകലും ഒക്കെ പോയി ചെയ്ത് നിന്നിട്ട് അവിടെ നിൽക്കുന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, നടക്കാൻ തന്നെ പാടാണ് ആ സമയത്താണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു നറേറ്റീവിലൂടെ പറയുമ്പം അത് വലിയൊരു അത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇന്നിനി നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഇൻഫർമേഷൻ let us leave China here. Enough information has been given. ബംഗ്ലാദേശും ഇതുപോലെ ഇറ്റ് വാസ് എ ഫ്രണ്ട്ലി കൺട്രി എന്ന് പറയാമായിരുന്നു എന്ന് എനിക്കറിയില്ല, പക്ഷേ വലിയ ശല്യമില്ലാതെ പോവുമായിരുന്നു. ബട്ട് ആഫ്റ്റർ ദിസ് ലേറ്റസ്റ്റ് തക്സ പലട്ട് അത് സഡൻലി ഇറ്റ് ബിക്കെയിം ഇനിമിക്കൽ ടു ഇന്ത്യ. മുഹമ്മദ് യൂനിസ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ബംഗ്ലാദേശ് ഈസ് ഗോയിങ് എവേ ഫ്രം ഇന്ത്യ. നമ്മളുടെ സൗഹൃദം ഉപേക്ഷിച്ചിട്ട് അവർ പാകിസ്ഥാനുമായിട്ട് സംസാരിക്കുന്നു, പാകിസ്ഥാനിയും ജേർണലിസ്റ്റിനെ വിളിച്ചുകൊണ്ട് വരുന്നു, ഇവർക്ക് ട്രെയിനിങ് കൊടുക്കാനാണെന്ന് പറയുന്നു. ബംഗ്ലാദേശിൻ്റെ പേര് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ബംഗ്ലാദേശ് എന്ന് ആക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ബംഗ്ലാദേശിലെ മൈനോറിറ്റീസ് എസ്പെഷ്യലി ഹിന്ദുസ് അവരെ ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് കൊന്നുകളയുന്നു, റേപ്പ് ചെയ്യുന്നു. ടോട്ടലി ബംഗ്ലാദേശ് സ്വയം ഒരു അൺസെറ്റിൽഡ് കൺട്രിയാണ്. അതുകൂടാതെ ഇന്ത്യയോടുള്ള അകലം കൂടിക്കൂടിയും വരുന്നു. ഇതുവരെ അൺടുവേർഡ് ഇൻസിഡൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ബംഗ്ലാദേശ് ആൻഡ് ബംഗ്ലാദേശിൻ്റെ കേപ്പബിലിറ്റി ആൻഡ് ഇൻറ്റൻറ്റ്? സർ, ബംഗ്ലാദേശിൻ്റെ ഇത് ഓവർനൈറ്റ് വന്നൊരു ചേഞ്ച് അല്ല. കാരണം ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു സംഘടന 71 അവർക്ക് അവരുടെ ബാക്കിയുള്ള അവിടുത്തെ ആളുകൾ അവരുടെ ഇൻഡിപെൻഡൻസിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ അവർ പാകിസ്ഥാൻ ആർമിയുടെ കൂടെ നിന്ന് അവിടുത്തെ ബംഗ്ലാദേശി മുസ്ലിംസിനെ ഹിന്ദുസിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ഈ ചൂണ്ടിക്കാണിച്ച് അവർ അഗെയിൻസ്റ്റ് അട്രോസിറ്റീസ് ചെയ്യാൻ വേണ്ടി നിന്ന ഒരു സംഘടനയാണ്. കാരണം അവരുടെ വിശ്വാസം പഴയ ഓപ്പറേഷൻസ് അതിനകത്തൊക്കെ ഈ സോഴ്സ് അതിനാണ് റസാക്കാർസ് എന്ന് വിളിച്ചിരുന്നത്. അവരാണ് ഈ റസാക്കാർസ് എന്നൊക്കെ വിളിച്ച് അവരെ അന്ന് ഒരു ഡിറഗേറ്ററി ആയിട്ടുള്ള യൂസ് ചെയ്തത്. അപ്പം അന്ന് തൊട്ടേ അവരെ ഉള്ളിൽ പാകിസ്ഥാന്റെ കൂടെ നിൽക്കണം എന്നുള്ള ഒരു, അതായത് ഒരു ഇസ്ലാമിക് രാഷ്ട്രം വേണം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അവരുടെ അന്ന്. അപ്പോൾ പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡെമോക്രസി വന്നു, പിന്നെ ഇടയ്ക്ക് പോയി, പിന്നെ വന്നു, പിന്നെ ഇടയ്ക്ക് പോയി, അങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഇവരുടെ ഫങ്ഷനിങ് ഒന്നും അത് മാറിയില്ലായിരുന്നു. അത് ഗ്രോ ചെയ്തുകൊണ്ടേയിരുന്നു. അതിന് ഫണ്ടിങ് ഒക്കെ പാകിസ്ഥാൻ കൊടുത്തുകൊണ്ടിരുന്നു. കാരണം 1971 നമ്മൾ അവരെ ബംഗ്ലാദേശ് മാറ്റിയപ്പം അന്ന് പാകിസ്ഥാൻ്റെ ആർമിയുടെ ജനറൽസ് ഇൻക്ലൂഡിങ് ജനറൽ പർവേസ് മുഷറഫ് പോലുള്ള അന്ന് ചെറിയ ലെഫ്റ്റനൻസ് ഒക്കെ ആയിരുന്നു. അവർ മനസ്സിൽ കണ്ട ഒരു തീരുമാനം ഉണ്ടായിരുന്നു, നമ്മുടെ ഇന്ത്യയും ഇതുപോലെ പീസ് ആക്കും എന്നുള്ളൊരു ഒരു ഓത്ത് എടുത്തെന്നുള്ള രീതിയിലാണ് അവർ ചെയ്തത്. അപ്പോൾ അതിന് അവർ അന്നോട്ടെ ഈ ഇസ്ലാമിക് ജമാഅത്തെ ഇസ്ലാമിക് ബംഗ്ലാദേശിൻ്റെ ഫണ്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു. ഇവർ ചെയ്യുന്ന വെച്ചാൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം സിസ്റ്റമാറ്റിക് ആയിട്ട് സൊസൈറ്റിയിലെ വിവിധ തരത്തിലുള്ള ആളുകളുടെ മനസ്സിനകത്ത് ഇതേപോലത്തെ ആൻറ്റി ഇന്ത്യ ഫീലിങ്സ് ഉണ്ട്. അത് ആർമിയിലുള്ള ആളുകളുണ്ട്, പോലീസിലുണ്ട്, സോഷ്യൽ ഇതിനകത്തുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പം ഒരു വിഭാഗം ആളുകൾ ഒരു ലിബറൽ, ഒരു ബംഗാളി കൾച്ചർ, പ്രിഡോമിനൻ്റ്ലി ബംഗാളി കൾച്ചറിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളുമുണ്ട്. ഒരു വിഭാഗം ആളുകൾ ഒരു പ്രോ ജമാഅത്ത് ഇസ്ലാമി റാഡിക്കലായിട്ടുള്ള, അതാണ് ബംഗ്ലാദേശിൽ വലിയ രീതിയിൽ റാഡിക്കലൈസേഷൻ നടക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് ISISൻ്റെ ഒക്കെ കുറേ അവിടെ നമ്മൾ കണ്ടത്. നൗ വാട്ട് ഹാപ്പൻ, ഷേഖ് ഹസീന വന്ന സമയത്ത് ഷേഖ് ഹസീനയും ഇന്ത്യയും തമ്മിൽ, പ്രത്യേകിച്ച് പ്രൈം മിനിസ്റ്റർ മോദിയായിട്ട് വളരെ അടുത്ത ഒരു ഫ്രണ്ട്ഷിപ്പിൽ നമുക്ക് ചെയ്തു. കാരണം ഷേഖ് ഹസീനയും ഇന്ത്യയും തമ്മിലുള്ള റിലേഷൻസ് വളരെ സ്ട്രോങ് റിലേഷൻ ആണ്. കാരണം ഷേഖ് ഹസീനയുടെ കുടുംബത്തെ മൊത്തം കൊന്നു കഴിഞ്ഞിട്ടും ഷേഖ് ഹസീന സംരക്ഷിച്ചത് ഇന്ത്യയായിരുന്നു. അപ്പോൾ ഷീ ഹാഡ് എ വെരി സോഫ്റ്റ് കോർണർ ഫോർ ഇന്ത്യ. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റിലെ കംപ്ലീറ്റ് ഇൻസർജൻസി അവർ ഇല്ലാതാക്കി. കാരണം എല്ലാ ടെററിസ്റ്റ് ക്യാമ്പും ബംഗ്ലാദേശിനുള്ളിലായിരുന്നു. ഇവിടെ നമ്മൾ ഇച്ചിരി പ്രഷർ കൊടുക്കുമ്പോൾ അവർ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകും. അങ്ങനെ ഒരു സംഭവം അന്ന് ഈ സർജിക്കൽ സ്ട്രൈക്സ് അക്രോസ് ദി ബോർഡർ പോയി ഈ ബംഗ്ലാദേശിൽ നിന്നും ചെയ്യാനുള്ള അങ്ങനത്തെ നമ്മളൊന്നും ഇല്ലായിരുന്നല്ലോ, അങ്ങനെ ഒരു സ്ട്രാറ്റജി ഇല്ലായിരുന്നു. അപ്പോൾ ഷേഖ് ഹസീനയുടെ കാരണം കൊണ്ട് നോർത്ത് ഈസ്റ്റിലും നമുക്ക് വലിയൊരു സ്റ്റെബിലിറ്റി വന്നു. പക്ഷേ ഷേഖ് ഹസീനയുടെ എഗെയിൻസ്റ്റ് ആയിട്ട് ഈ ജമാഅത്ത് ഇസ്ലാമി അവർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആഡ് ടു ദാറ്റ് സം വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇൻ ദ ഫോം ഓഫ് US കുറച്ച് ഡീപ് സ്റ്റേറ്റും മറ്റുള്ള ആളുകളും ഇവരെ പല കാരണങ്ങൾ കൊണ്ട്, മേ ബി ഷേഖ് ഹസീന വാസ് ഗെറ്റിംഗ് ക്ലോസ് ടു ചൈന എന്നുള്ളൊരു തിയറി ഉണ്ട്, അല്ലെങ്കിൽ ഏതോ ഒരു ഐലൻഡ് അവർക്ക് വേണമെന്നുള്ള തിയറി ഉണ്ട്, സെന്റ് മാർട്ടിൻ ഐലൻഡ്, അങ്ങനെയൊക്കെ പല തിയറീസ് ഉണ്ട്. നമുക്കറിയില്ല എക്സാക്ട്ലി എന്താണെന്നുള്ളത്. അതെല്ലാം കൂടെ വന്നപ്പം ഒരു കറക്റ്റ് സമയത്തായപ്പം അവരതിനെ ഒരു എപ്പോഴും ബംഗ്ലാദേശ് നടക്കുന്ന ഒരു യൂത്ത് മൂവ്മെന്റ് എന്നുള്ള രീതിയിലാണ്. അത് യൂത്ത് മൂവ്മെന്റ് റെവല്യൂഷൻ എന്നൊക്കെ വളരെ ഗ്ലോറിഫൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനൊന്നും അല്ലായിരുന്നു. ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സിവിൽ അൺറസ്റ്റ് ചെയ്തു. ഓവർനൈറ്റ് അവരവിടുന്ന് വിടുകയായിരുന്നു.
നൗ വാട്ട് ഹാസ് ഹാപ്പൻഡ്, മുഹമ്മദ് യൂനുസ് വന്നു, കെയർ ടേക്കർ ആണ് അദ്ദേഹം. ഒരു ലെജിറ്റിമേറ്റ് ഗവൺമെന്റ് ഒന്നും അല്ല. ബട്ട് നൗ ഹീസ് ബീങ് കൺട്രോൾഡ്. അതിന്റെ രസം നോക്കിയിട്ടുണ്ടോ? മുഹമ്മദ് യൂനുസ് ഈസ് ദ ചീഫ് അഡ്വൈസർ ടു ദ ഗവൺമെന്റ്. Where is the government? അതെ, correct. There is an economic advisor to the government. Which government? Correct. Government ഇല്ല അവിടെ, full of advisors. അതെ. സോ ബേസിക്കലി ഒരു പപ്പറ്റ് രീതിയിൽ അവർ ജസ്റ്റ് ഈ ജമാഅത്തെ ഇസ്ലാമിയാണ് അതിനെ ചെയ്യുന്നത് മൊത്തം. കുറച്ച് സ്റ്റുഡൻസ്, ഛാത്ര ശിബിർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഇവരുടെ തന്നെ സ്റ്റുഡൻറ് വിങ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇറ്റ് ഇസ് ടോട്ടലി സാറേ, ഈ ശല്യമെല്ലാം നടക്കുമ്പോഴും 25,000 tons of rice was sent to Bangladesh from India. അതിൻ്റെ ഒരു കാരണം ഞാൻ അതിലേക്ക് തന്നെ വരെയാണ് സർ. ലൈക്ക് ഫോർ എക്സാമ്പിൾ, അത് കഴിഞ്ഞിട്ട് നൗ ഇന്ത്യയുടെ അവിടെ ഹിന്ദുസിൻ്റെ അഗേൻസ്റ്റ് ആയിട്ടും മൈനോറിറ്റീസ് അഗേൻസ്റ്റ് ആയിട്ടും മാസീവായിട്ടുള്ള ഒരു ഇത് നടന്നു. അപ്പോൾ എനിക്കൊന്ന് 1400 കേസാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ അത്രമാത്രം നടന്നിട്ടുണ്ട്. സോ അത് ഈ ജമാഅത്തിൻ്റെ റാഡിക്കലൈസേഷൻ്റെ ഭാഗമായിട്ട് ഒരു ജസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി അവർ യൂസ് ചെയ്തെന്നുള്ള മാത്രം. വി ആർ സൈലന്റ് സ്പെക്ടേറ്റേഴ്സ്, നിസ്സഹായരായിട്ട് നോക്കി നിൽക്കുന്നു. അതുകൂടാതെ അരിയും കൂടെ കൊടുക്കുന്നു അവർക്ക്. സർ, സാറിൻ്റെ ഒരു ഇമോഷനെ ഞാൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് അരി കൊടുത്തു അല്ലെങ്കിൽ നമ്മൾ നിസ്സഹായത. സി, ബട്ട് വി മസ്റ്റ് സി ഈ സ്ട്രാറ്റജിയുടെ കാര്യം നമ്മൾ ചെയ്യുമ്പം വി ഹാവ് ടു ബി നമ്മൾ തന്നെ ഒരു ലോങ് ടേം ആയിട്ട് ആലോചിക്കണം. ആൻഡ് ഇമ്മീഡിയറ്റ് ഇമ്പാക്ട് എന്താണെന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം പലരും ചോദിച്ചു ആർമിയിൽ നമുക്ക് ഇങ്ങനെ ബംഗ്ലാദേശ് സിറ്റുവേഷൻ, വൈ നോട്ട് നമ്മൾ ആർമി എന്തുകൊണ്ട് വിട്ടില്ല, ഓർ വൈ ഡിഡ് വി ഗോ ആൻഡ് അറ്റാക്ക് ബംഗ്ലാദേശ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള. സാർ, ഞാൻ പറയുന്നത് ആർമിയിൽ ഒരു ചെറ്റ്വുഡ് മോട്ടോ, ആ മോട്ടോ അനുസരിച്ച് നേഷൻ ഈസ് ഫസ്റ്റ്, യുവർ ഫൈറ്റിംഗ് മെൻ ആർ സെക്കൻഡ് ആൻഡ് യു ആർ തേർഡ്. കറക്റ്റ്. യുവർ കംഫർട്ട് അല്ല, യുവർ സെക്യൂരിറ്റി ഈസ് തേർഡ്. കംഫർട്ട് പിന്നെ പോട്ടെ എന്ന് കഴിക്കാം. ഈ രീതിയിൽ സാറ് suppose you are at the helm of affairs of Indian defense establishments are top-ലാണ്. How will you deal with Bangladesh, keeping in mind this Chetwode motto? അവിടെ അത് തന്നെയാണ് ഏറ്റവും ഫസ്റ്റ്. നമുക്ക് നേഷൻ ഫസ്റ്റ് എന്നുള്ള ഒരു ഫിലോസഫി തന്നെയാണ്, നമുക്ക് യാതൊരു സംശയമില്ല. നൗ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പം, പ്രത്യേകിച്ച് സ്ട്രാറ്റജിയിൽ, നമ്മൾ എപ്പോഴും ഒരു എൻഡ് സ്റ്റേറ്റ് നോക്കും. ഇത് നമ്മൾ ചെയ്താൽ എൻഡ് സ്റ്റേറ്റ് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതാണല്ലോ. നമ്മളിപ്പം 1971 വാറിൽ നമ്മൾ ക്ലിയർ ആയിരുന്നു. നമ്മുടെ ഈ റെഫ്യൂജി ക്രൈസിസ് സോൾവ് ചെയ്യണം. ആൻഡ് വി ഹാവ് ടു മേക്ക് എ ന്യൂ നേഷൻ ഫോർ ബംഗാളി മുസ്ലിംസ് എന്നുള്ളത്. അത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കും? ഇപ്പം നമ്മൾ സാർ ചോദിച്ചാൽ, ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ് ഞാൻ പറയുന്നത് നമ്മളുടെ ഈ ചിക്കൻ നെക്കാവ് സിലിഗുരി കോറിഡോർ ഉണ്ടല്ലോ, to expand that towards south, ഒരു അറ്റ്ലീസ്റ്റ് ഒരു 100 square kilometers അത് എക്സ്പാൻഡ് ചെയ്യുക, ഇവാക്യുവേറ്റ് ഓൾ ഹിന്ദുസ് ഫ്രം ബംഗ്ലാദേശ് ആൻഡ് അവരെ അവിടെ താമസിക്കാൻ അനുവദിക്കുക, മേക്ക് ബംഗ്ലാദേശ് സ്മോളർ, ദാറ്റ്സ് ഓൾ, ആൻഡ് ലീവ് ഇറ്റ് ടു ഡോഗ്സ്. പിന്നെ എന്താ അവിടെ നടക്കുന്നത് വെച്ചാൽ നടന്നോട്ടെ. പ്രോബ്ലി വി മേ ഹാവ് എ ഗസ നിയർ അവർ കൺട്രി. It is there. See, Islamic fundamentalism is not going to die, at least in the near future. It is going to be there. ഒരു ഈ വരട്ട് ചൊറി പോലെ ചൊറിഞ്ഞും പിടിച്ചും മരുന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലമായിട്ട് ബംഗ്ലാദേശിൽ കിടന്നോട്ടെ. ബട്ട് ഹിന്ദുസ് ഫ്രം ബംഗ്ലാദേശ്, ദേ ആർ അവർ ഓൺ പീപ്പിൾ. അവർ വേറെ രാജ്യത്തെ അല്ലേ എന്നൊക്കെ ടെക്നിക്കലി പറയാമെന്നേ ഉള്ളൂ. ദേ ആർ അവർ ഓൺ പീപ്പിൾ. അവർക്ക് സേഫ് ഹാവൻ കൊടുക്കണം. കം വാട്ട് മേ. What is the consequences? Who is going to interfere? ഇതിൻ്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ സർ, ഇപ്പോൾ ഏകദേശം 7.9 ഞാൻ സാറിന് യു ആർ അറ്റ് ദ ഹെൽം ഓഫ് അഫയേഴ്സ്, അതുകൊണ്ട് ഐ ഷുഡ് നോട്ട് ഇന്ററപ്റ്റ് യു. 7.96% ആണ് ഏകദേശം അപ്പോൾ ഇവിടെ ഉള്ള ഈ പോപ്പുലേഷൻ. അതിനകത്ത് എത്ര പേർക്ക് നമ്മളിപ്പോൾ ഈ ഒരു ആക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേര് ഇങ്ങോട്ട് വരാൻ താല്പര്യം കാണിക്കും എന്ന് നമുക്കറിയത്തില്ല. ബിക്കോസ് ദർ ആർ പീപ്പിൾ ഹു ആർ അവിടെ വർഷങ്ങളോളം സെഞ്ചുറീസ് ആയിട്ട് താമസിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെല്ലാം വരണമെന്നില്ല. ആൻഡ് ജനറലി സ്പീക്കിംഗ് മനുഷ്യൻ്റെ ഒരു സ്വഭാവം എക്സ്പീരിയൻസ്. സാർ, എനിക്ക് ഒരനുഭവമുണ്ട് ഈ ബംഗ്ലാദേശി ഹിന്ദുക്കളിലെ. എൻ്റെ ഒരു ഫ്രണ്ട് ഗൾഫിൽ നിന്ന് തന്നെ വിളിച്ചു. ഇങ്ങനെ അയാളുടെ ഒരു ഫ്രണ്ട് ബംഗ്ലാദേശി ഹിന്ദു ഗൾഫിലുണ്ട്, അയാളുടെ ഫാമിലി ഈസ് ഇൻ ട്രബിൾ ഇൻ ബംഗ്ലാദേശ്, അവർക്ക് അർജൻറ്റായിട്ട് തിരിച്ചു വരണം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ഒരു സെൻറ്റിമെൻ്റൽ മൊമെൻറ്റിൽ ഞാൻ പറഞ്ഞു ഓക്കെ,
ഐ വിൽ ഹെൽപ്പ് യു ടു കം ടു ഇന്ത്യ എന്ന് പറയും. വാസ്തവത്തിൽ എനിക്കൊരു പ്ലാനും ഇല്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ബട്ട് ഇയാളുടെ കഷ്ടപ്പാട് കേട്ടപ്പോൾ സഹിച്ചതാണ്. അയാൾ ബംഗ്ലാദേശിലെ അയാളുടെ ഫാമിലിയൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ദേ ആർ നോട്ട് റെഡി ടു കം. അവർ പറഞ്ഞു ഇവിടെ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ധാക്കയിൽ എവിടെയോ അല്ലേ, ദേ ആർ നോട്ട് റെഡി ടു മൈഗ്രേറ്റ്. വളരെ അതൊരു ഫാക്ട് ഓഫ് ലൈഫാണ് സർ. ഞാൻ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ തന്നെ എത്രയോ ഡിസാസ്റ്ററൊക്കെ നടക്കുന്നുണ്ട്, വെള്ളപ്പൊക്കം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ വരുമ്പോൾ അപ്പോഴും നമ്മൾ സ്വന്തം മണ്ണ് അല്ലെങ്കിൽ സ്വന്തം വീട് വിട്ട് പോകാൻ ആർക്കും തയ്യാറല്ല. അപ്പം നമ്മുടെ ഇവിടുത്തെ ബംഗ്ലാദേശിൻ്റെ മൈനോറിറ്റീസ് അവർ വീട് വിട്ട് വേറൊരു സ്ഥലത്തേക്ക് വരും. അതും എങ്ങനത്തെ സ്ഥലമായിരിക്കും എന്നുള്ളത് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള അല്ലെങ്കിൽ അത് നടക്കാത്തൊരു സംഭവമാണ്. അപ്പം നെക്സ്റ്റ് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അതായത് ഈ മൈനോറിറ്റീസിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്തായിരിക്കും അവിടെ? ഒന്ന്, മൈനോറിറ്റീസിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് അവിടെ അട്രോസിറ്റീസ് അല്ലെങ്കിൽ അവരുടെ അഗെയിൻസ്റ്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല, ഒന്നത്. രണ്ടാമതായിട്ട് ആൻറ്റി ഇന്ത്യ, ഭാരതത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാരണവശാലും ഒരു ആക്ടിവിറ്റീസ് അവിടെ ചെയ്യാൻ പാടില്ല. മൂന്നാമതായിട്ട് നമ്മളെ ആവശ്യം നമ്മളെ ഭാരതത്തിനെ അനുകൂലിക്കുന്ന ഒരു ഗവൺമെൻറ് നമ്മൾ കൊണ്ടുവരണം. ഇതായിരിക്കും ഞാൻ കാണുന്ന നമ്മുടെ ഒബ്ജക്റ്റീവ്സ്. അങ്ങനെയാണെങ്കിൽ ഈ സൈന്യത്തിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് നേടാൻ പറ്റുമോ? കാരണം ഈ മൈനോറിറ്റീസിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കരുതെന്ന് പറയുന്നത് ആരാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടുത്തെ സമൂഹത്തിലുള്ള ഒരു വിഭാഗം ആളുകളാണ്. അപ്പോൾ ആ ആളുകൾ എഗെയിൻസ്റ്റ് ഒരു ആർമി ഉപയോഗിച്ച് നമ്മൾ ഒരു വാർ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും സക്സസ്ഫുൾ ആവത്തില്ല. കാരണം 1971 വാറിൽ പോലും നമ്മൾ സക്സസ്ഫുൾ കിട്ടിയത് ബംഗ്ലാദേശി മുസ്ലിംസിൻ്റെ ബഹുഭൂരിപക്ഷം ആളുകൾ നമ്മളെ കൂടെ നിന്നപ്പോഴാണ് നമ്മൾ അവിടെ ജയിക്കാൻ പറ്റിയത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ആർമിയെ വിട്ട് കഴിഞ്ഞാൽ ഈ ബംഗാളികളായിട്ട് നമ്മളെ അനുകൂലിച്ച് നിൽക്കുന്ന ആളുകൾ പോലും നമ്മളെ എഗെയിൻസ്റ്റായി മാറും. അപ്പോൾ അതൊരു സൊല്യൂഷൻ അല്ല. സോ നമുക്ക് രണ്ട് രീതിയിൽ നോക്കാം. ഒന്ന് മിലിറ്ററി സൊല്യൂഷൻ, ഒന്ന് നോൺ മിലിറ്ററി സൊല്യൂഷൻ. അപ്പോൾ മിലിറ്ററി സൊല്യൂഷനിൽ നമ്മൾ വിചാരിക്കുന്ന നമുക്കുള്ള ആ 3 ഒബ്ജക്റ്റീവ്സ് നമുക്ക് നേടാൻ സാധിക്കില്ല. അപ്പോൾ നോൺ മിലിറ്ററി ഇതിലേക്ക് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും കൂടുതൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ആരാണ്? ആ സമൂഹത്തിലെ ആളുകളാണ്. അപ്പോൾ ആ സമൂഹത്തിലെ ആളുകൾ ഇന്നിപ്പോൾ ഹിന്ദുസിനെ അല്ലെങ്കിൽ ക്രിസ്ത്യൻസിനെ അവിടെ കൊല്ലുമ്പോൾ അവർക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം വരുന്നില്ല. പക്ഷെ ആ ആളുടെ വയറ്റിപ്പഴപ്പിൽ ഒരു സംഭവം കഴിഞ്ഞാൽ അവർ 2 പ്രാവശ്യം വിചാരിക്കും, ഇത് വേണോ, ഞാൻ ഇന്ത്യയെ പിണക്കണോ? അതെങ്ങനെയാണ് സംഭവിക്കുക? അവരുടെ എക്കോണമിക് ആയിട്ടുള്ള കാര്യത്തിനെ ബാധിക്കാൻ തുടങ്ങുമ്പോൾ. നമ്മൾ ഇന്നിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ ബംഗ്ലാദേശിൻ്റെ എക്സ്പോർട്സ്, അവരുടെ ഏറ്റവും കൂടുതൽ ഗാർമെൻറ്റ്സും ഈ തുണി ഒക്കെയാണ്, അതിൽ ഡിപ്പ് വന്നു കഴിഞ്ഞു, ഓൾറെഡി താഴെ വന്നു കഴിഞ്ഞു. അതേസമയം ഭാരതത്തിൻ്റെ ഏകദേശം 4.2% നമുക്ക് കൂടിയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് ഇപ്പം നമ്മൾ ബംഗ്ലാദേശ് വിട്ട് നമ്മൾ പുറത്തോട്ട് അയക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പം ഒരു വ്യാപാരി അവിടെ ഇരിക്കുകയാണ്, അവരുടെ 100-100ഓളം വർക്കേഴ്സ്, അവർക്ക് ജോലി ഇല്ലാതെ വരുമ്പം അവർ ചോദിക്കും എന്തുകൊണ്ടാണ് ജോലി ഇല്ല? അത് നിങ്ങൾ ഇന്ത്യ എടുത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർ വേറെ രീതിയിൽ മാർക്കറ്റിൽ പോകും. അപ്പോൾ പറയുക ഇനി വേണ്ട എന്നുള്ള രീതിയിൽ സ്വന്തമായിട്ട് തന്നെ അവർ തീരുമാനിക്കും. അപ്പം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എക്കണോമിക്. രണ്ടാമത് ഡിപ്ലോമസി. നമ്മൾ ഓൾറെഡി കണ്ടു, നമ്മുടെ ഫോറിൻ സെക്രട്ടറി പോയി സംസാരിക്കുകയും നമ്മൾ ഇനിയിപ്പോൾ ഡൊണാൾഡ് ട്രംപ് വരുന്നുണ്ട്. ട്രംപിൻ്റെ ഓൾറെഡി നമുക്ക് നയം അറിയാം. അദ്ദേഹം എനിക്കൊന്ന് ഇലക്ഷൻ ക്യാമ്പയിൻ സമയത്ത് തന്നെ ബംഗ്ലാദേശ് ഹിന്ദുസിന് വേണ്ടി സംസാരിച്ച ഒരാളാണ്. തീർച്ചയായിട്ടും ആ ഡിപ്ലോമാറ്റിക് ചാനൽ ഉപയോഗിച്ച് കുറച്ചും കൂടെ ടൈറ്റ് ചെയ്യും. ഓൾറെഡി അവരുടെ എക്കണോമിക് കണ്ടീഷൻ വളരെ പൂറായിട്ട് നിൽക്കുകയാണ്. വീണ്ടും കുറച്ചും കൂടെ ടൈറ്റ് ചെയ്യും ഡൊണാൾഡ് ട്രംപ് വരുമ്പോൾ. അവരുടെ ബിഹേവിയറൽ ചേഞ്ച്, നിങ്ങൾ മര്യാദയ്ക്ക് ബിഹേവ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ എന്നുള്ള രീതിയിലേക്ക് മാറും. മൂന്നാമതായിട്ട്, ഇത് എക്കണോമിക് കഴിഞ്ഞു, ഡിപ്ലോമസി കഴിഞ്ഞു. മൂന്നാമതായിട്ട് ഭാരതത്തിനും അതിനുള്ളിൽ കുറേ അസറ്റ്സ് ഒക്കെ ഉണ്ട്. അതായത് ഡീപ് സ്റ്റേറ്റ് അസറ്റ്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് നമ്മുടെ ആളുകളുണ്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മാൽദീവ്സ് ഇതേപോലെ ഇന്ത്യ ഗോ ഔട്ട് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്നുള്ള സൈനികരൊക്കെ തിരിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ഒരാളായിരുന്നു ഇപ്പോഴത്തെ അവിടുത്തെ പ്രസിഡന്റ്. ഇപ്പം എന്തായി? ഇപ്പം ഇവിടെ വന്ന് രാജ്നാഥ് സിംഗ്ജിനെ കണ്ടിട്ട് ഞങ്ങളെ പ്ലീസ് നിങ്ങൾ സാധനങ്ങളൊക്കെ തരൂ, ഞങ്ങളത് സ്വീകരിക്കുക എന്നുള്ള രീതിയിലേക്ക് മാറി. എങ്ങനെ മാറിയത്? ഇതുപോലെ തന്നെയാണ്. എവിടെ നമുക്ക് തിരിക്കണമെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതേപോലെ ഇതൊന്നും പുറത്ത് വരത്തില്ല. എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്തു ഒന്നും പുറത്ത് വരത്തില്ല. പക്ഷേ ഈ ഡീപ് സ്റ്റേറ്റ് അസറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് എവിടാണോ പ്രഷർ എടുക്കേണ്ടുള്ളത് അവിടെ ചെയ്യും. ഏത് രീതിയിലുള്ള ഗവൺമെൻറ് അവിടെ വരണമെന്ന് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് നമുക്കത് ചെയ്യാൻ സാധിക്കും. അപ്പം ഈ ഒരു രീതിയിലേക്കായിരിക്കും ഞാൻ കാണുന്ന ഒരു സ്ട്രാറ്റജി ടു കൗണ്ടർ ബംഗ്ലാദേശ്. ഇതിപ്പോൾ പാകിസ്ഥാൻ, ചൈന, ബംഗ്ലാദേശ് നമ്മൾ സംസാരിച്ചു. ഇതിലെവിടെയെങ്കിലും ഒരു ക്ലോസിംഗ് റിമാർക്കായിട്ട് സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? നേരത്തെ സാർ ചോദിച്ച ചൈനയുടെ കുറിച്ചുള്ള, അതായത് എന്താണ് അതിൻ്റെ റെലവൻസ്? ഇപ്പം നമ്മൾ തിരിച്ചു ചൈന പിന്മാറി എന്ന് പറയുമ്പം എന്താണ് ആ റെലവൻസ് എന്നുള്ളത്? അതിൻ്റെ റെലവൻസ് എന്ന് പറഞ്ഞാൽ ചൈനയെ സംബന്ധിച്ചോളം അവർ ഒരു രാജ്യത്തിൻ്റെ മുന്നിൽ പോലും ഇതേപോലുള്ളൊരു വിത്ഡ്രോവൽ നടത്തിയിട്ടില്ല. അതാണ് സത്യം. സൗത്ത് ചൈന സീയിൽ അവിടുത്തെ ടെററാണ്. അതായത് അവർക്ക് ഇഷ്ടമാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഏതെങ്കിലും ഐലൻഡിൽ പോവും, ഏതെങ്കിലും ഷിപ്പിംഗ് ബോട്ടിനെ അടിച്ചിടും. അവർക്ക് തൈവാൻ്റെ മുകളിൽ കൂടെ അവർ ഫൈറ്റർ പ്ലെയിൻസ് ഇറക്കും, ജപ്പാൻ്റെ സൈഡിൽ അവർ മിസൈൽസ് ചെയ്യും. അതൊക്കെ രീതിയിലുള്ള, അതായത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളത്. പക്ഷേ ഇന്ത്യ ആയിട്ട് മാത്രമാണ് അവരിങ്ങനെ ഒരു വിത്ഡ്രോവലിന് എഗ്രി ചെയ്യുന്നത്. അത് 4 വർഷമായി അല്ലെങ്കിൽ സമയം അതിനൊരു പ്രശ്നമല്ല.
ഒരു 50,000 ട്രൂപ്സ് രണ്ടുപേരും നോക്കി നിൽക്കുന്നത്, അത് കഴിഞ്ഞിട്ട് തിരിച്ച് വിത്ഡ്രോ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതും ഒരൊറ്റ സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ് അവർ നേടിയിട്ടില്ല. അവിടെ ലാൻഡ് ലോസ് ആയിട്ടില്ല. അത് ഞാൻ വളരെ അടിവരായിട്ട് പറയാണ്. ഒരു ലാൻഡ് നമ്മൾ 62 ലോസ് ആയിട്ടല്ലാത്ത വേറെ ഒരു ലാൻഡ് ലോസ് ആയിട്ടില്ല. അവർ നമ്മളെ ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ എനിക്കൊന്നൊരു 6-7 ഇരട്ടി കൂടുതൽ സ്പീഡിലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കൂടുതൽ ഫോഴ്സ് കൊണ്ടുവന്നത് എന്ന് പറയുന്നത് നമ്മളിന്ന് എയർഫോഴ്സിൻ്റെ അസറ്റ്സും ഫൈറ്റർ പ്ലെയിൻസും എല്ലാം അവിടെ ഉണ്ട്. ഇപ്പോൾ ഒരു കാര്യവും നമ്മൾ കുറച്ചിട്ടില്ല. നിങ്ങൾ US-ൻ്റെ കൂടെ ഭയങ്കര സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി വെച്ചത്. ഇപ്പം നമ്മൾ US-ആയിട്ട് ഏറ്റവും വലിയ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരു സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവും അവർ നേടിയിട്ടില്ല. എക്സെപ്റ്റ് നമ്മളെ ഒരു 4 വർഷത്തോളം അവരവിടെ നമ്മൾ ഡിപ്ലോയ് ചെയ്തു, അവരും ഡിപ്ലോയ് ആയിരിക്കുകയായിരുന്നു. ഇപ്പം നമ്മൾ പതുക്കെ തിരിച്ചു പോവുകയാണ്. പുതിയ റൂൾസ് ആൻഡ് ഓഫ് ദ ഗെയിംസ് അവർ വീണ്ടും എഴുതുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ഈ സ്ട്രാറ്റജിനെ കുറിച്ചും ഇന്റർനാഷണൽ റിലേഷൻസിനെ കുറിച്ച് അറിയാവുന്നവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ഇത് ഭാരതത്തെ സംബന്ധിച്ചോളം ഒരു വിക്ടറി എന്നുള്ള നിലയിൽ ഞാൻ അതിനെ കാണുന്നില്ല. കാരണം വിക്ടറി എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധം നടക്കുമ്പോഴാണ് വിക്ടറി. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് എ മോറൽ ഹൈ ഗ്രൗണ്ടിൽ നമുക്ക് നിൽക്കാൻ പറ്റും. ചൈനയെ പോലുള്ള ഒരു ബുളി, അതാണ് എൻ്റെ വേർഡ്, അതായത് ഞാനിവിടെ വലിയ ചട്ടമ്പിയാണെന്നുള്ള രീതിയിൽ അവരുടെ നിലയ്ക്ക് തന്നെ നേരിട്ട് അവരെ തിരിച്ചു പറഞ്ഞയച്ചു എന്നുമാണ് നമ്മളിതിനെ കാണാൻ. സർ, നൗ വി വിൽ കം ടു സൈബർ സെക്യൂരിറ്റി. സൈബർ സ്പേസിൽ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? I was surprised, I was stunned, I was seriously offended. മാർക്ക് സുക്കർബർഗ്, ഫേസ്ബുക്കിൻ്റെ അയാൾ പറയുന്നു, ആഫ്റ്റർ കൊറോണ മെനി ഓഫ് ദ പീപ്പിൾ കുഡ് നോട്ട് കം ബാക്ക് ടു പവർ, ഇൻക്ലൂഡിങ് ഇൻ ഇന്ത്യ. Now the whole world knows Modi has came back in the third time, maybe with little less seats. But then he had the guts and gumption to tell that Modi has not came back. Of course, അത് കഴിഞ്ഞിട്ട് അത് അപ്പോളജി ചെയ്തു, എനിക്ക് തെറ്റിപ്പോയതാണെന്നൊക്കെ പറഞ്ഞെങ്കിലും see how ill-informed these people are. And they are controlling the majority of our social media. Meta, വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റ, ഇതെല്ലാം ഈ സുക്കർബർഗിൻ്റെ കൺട്രോളിലാണ്. ഹി ഈസ് ദ ബോസ് ഓഫ് എവറിത്തിങ്. ആൻഡ് വി ഡോണ്ട് ഹാവ് ഒരു ഇന്ത്യൻ പ്ലാറ്റ്ഫോം എന്ന് പറയാൻ നമുക്കില്ല. ഒരു ഇന്ത്യൻ വാട്സാപ്പില്ല, ഒന്നുമില്ല. എനി നോൺസെൻസ്, അത് ഒരു നരേറ്റീവ് ആകാം, അല്ലെങ്കിൽ ഒരു ഫോൾസ് ഇൻഫർമേഷൻ ആകാം, അത് ഈസിലി അവർക്ക് വാട്സാപ്പിലൂടെ കയറ്റിവിട്ടാൽ ഇന്നിപ്പോൾ ഇന്ത്യയിൽ 80 crores ആണ് വാട്സാപ്പ് ഉപയോഗിക്കുന്നത്. അതിൽ 10 crores പേരിന് വാട്സാപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, ഉപയോഗിക്കുന്നൊന്നുമില്ല. ബട്ട് 70 crores ആർ ഡെയിലി യൂസിങ് വാട്സാപ്പ്. വാട്സാപ്പ് അരമണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ ഇന്ത്യ നിന്ന് പോകുന്നുള്ള സിറ്റുവേഷനാണ്. യു നോ ദ അഡിക്ഷൻ ഓഫ് പീപ്പിൾ ടു അവർ. ആൻഡ് ദേ ഗിവ് എവറിത്തിങ് ഫ്രീ. ഫോട്ടോ അയക്കാം, വീഡിയോ അയക്കാം, 10 പൈസ ചിലവില്ല. അവരെന്താ പുണ്യം കിട്ടാനാണോ ഇതൊക്കെ ചെയ്യുന്നത്? ഇത്രയധികം, ഹൗ മെനി സെർവേഴ്സ് യു നീഡ് ഫോർ ദിസ് ഓപ്പറേഷൻ, ആൻഡ് ദേ ആർ ഓഫറിങ് ഇറ്റ് ഫ്രീ. ദർ ഈസ് സംതിങ് ബിഹൈൻഡ് ദാറ്റ്. വെറുതെ ഒരു മനുഷ്യന് ചുമ്മാ അങ്ങോട്ടൊരു പ്ലാറ്റ്ഫോം സാറിന് തരില്ല. ഫേസ്ബുക്ക് ഈസ് ഫ്രീ, വാട്സാപ്പ് ഈസ് ഫ്രീ, Twitter is free, Insta is free, everything is free. And for years together people are enjoying and getting addicted to that. What is happening in the social media area? സർ, ഇതിൻ്റെ ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് പറഞ്ഞു, അതായത് ഇൻഫർമേഷൻ വാർഫെയർ എന്നുള്ള, അതായത് ഈ ഡാറ്റ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മളൊരു മനുഷ്യൻ്റെ മനസ്സിനെ മാറ്റാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ സൈബർ വാർഫെയർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആദ്യം സംസാരിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ത്രെഡ്സിനെ കുറിച്ച് പറഞ്ഞു. ക്ലാസിക്കൽ, നേരത്തെ സാർ പറഞ്ഞ പോലെ ഈ കൺവെൻഷണൽ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ത്രെഡ്, അതായത് നമ്മുടെ ബോർഡേഴ്സിൻ്റെ ഉള്ള ത്രെഡ്. പക്ഷെ ഇന്ന് അപ്പോൾ എക്സ്റ്റേണൽ ത്രെഡ്സ് ഉണ്ട്, ഇന്റേണൽ ത്രെഡ്സ്. അപ്പോൾ ഇന്റേണൽ ത്രെഡ്സിൻ്റെ ഒരു ഭാഗമാണ് ഈ ഒരു സംഭവം. അതായത് ഇൻഫർമേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ മനുഷ്യനെ മനസ്സ് മാറ്റുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഭാരതത്തിനെ സംബന്ധിച്ചോളം എക്സ്റ്റേണലി നമ്മൾ സ്റ്റേബിളാണ്. അതായത് ബിക്കോസ് നോബഡി വോണ്ട്സ് ടു ഹാവ് എ വാർ. ആർക്കും ഒരു വാർ ഇഷ്ടമല്ല. ഇപ്പോഴത്തെ ഇഷ്ടമല്ലെന്ന് കാരണം അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ചൈന ആയാലും US ആയാലും ആരായാലും വാർ അവർക്കൊരു വിത്ത് എ പർപ്പസ് ഓഫ് മേക്കിംഗ് മണി ആണെങ്കിൽ അവരത് ചെയ്യും. പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു മിലിറ്ററി ഇൻഡസ്ട്രി കോംപ്ലക്സിന് വേണ്ടിയാണെങ്കിൽ അത് അവർ സപ്പോർട്ട് ചെയ്യും. ഇപ്പം നോക്കൂ, ഇന്ന് തന്നെ ട്രംപ് വരാൻ 4 ദിവസം കൂടെ ഉള്ളു. അപ്പം ഇസ്രായേൽ ഹമാസ് യുദ്ധം കഴിഞ്ഞല്ലോ. അപ്പോൾ ഇപ്പം വേണമെങ്കിൽ അത് നിർത്താമായിരുന്നു. അപ്പം അതൊരു നേരത്തെ പണ്ടാരോ പറഞ്ഞിട്ട് ഇക്കോണമി സ്റ്റുപ്പിഡ് എന്ന് പറഞ്ഞ പോലെ എല്ലാം പൈസയുടെ ഇത് തന്നെയാണ്. പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ത്രെട്ട് ഇന്റേണലായിട്ട് തന്നെയാണ്. ആ ഇന്റേണലായിട്ട് ത്രെട്ടിനകത്താണ് ഈ ഇൻഫർമേഷൻ വാർഫെയർ എന്ന് പറഞ്ഞിട്ട് പല രീതിയിലുള്ള ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുക. അതായത് അതിനകത്ത് ഈ സോഷ്യൽ മീഡിയ ഒരു പ്ലാറ്റ്ഫോമാണ്, ന്യൂസ് ഉണ്ട്,
നേരത്തെ പറഞ്ഞില്ലേ ഇപ്പം മെറ്റയുടെ സുക്കർബർഗ് അദ്ദേഹം എങ്ങനെയാണ് ഇത് പറഞ്ഞത്? നമ്മളൊന്ന് നോക്കി 2024 ഇലക്ഷൻ കഴിഞ്ഞ് കുറെ നേരത്തേക്ക് നമ്മൾ തന്നെ വിചാരിച്ചത് ആരാണ് ജയിച്ചത് ആരാണ് തോറ്റത് നമുക്കറിയത്തില്ല. 240 വോട്ട് കിട്ടിയ ഒരു പാർട്ടി ആൻഡ് 99 പാർട്ടി കിട്ടിയ ഒരു പാർട്ടി. ആക്ച്വലി കുറെ നേരത്തെ നമ്മൾ വിചാരിച്ചു ബിക്കോസ് എവരിബഡി വാസ് ബിഹേവിംഗ് ലൈക്ക് 100-ൽ 99 സീറ്റ് ഇവർക്ക് കിട്ടി എന്നുള്ള മട്ടിലാണ് സെലിബ്രേഷൻ. ഇൻഫാക്ട് ഈവൻ ഐ തിങ്ക് ഫോർ കുറച്ചു നേരം ഈവൻ ദ റൂളിംഗ് പാർട്ടി അവർ തന്നെ ടേക്കൺ അബാക്ക് ബൈ ദിസ് ഇൻഫർമേഷൻ വാർഫെയർ. അതായത് ഞാൻ തോറ്റെങ്കിലും ഞാൻ അങ്ങനത്തെ ഒരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്തു, നോക്കൂ ഞാൻ ജയിച്ചു എന്നുള്ള രീതിയിൽ. ആ വീഡിയോസ് അവർ ഭയങ്കര സെലിബ്രേഷൻസ് അങ്ങനെ നമ്മളിൽ നിന്നുള്ള. അപ്പൊ ഇതേ കാര്യം തന്നെയാണ് ന്യൂസ് പിക്കപ്പ് ചെയ്തതും, ഇതേ കാര്യം തന്നെയാണ് ഫോറിൻ മീഡിയ റിപ്പോർട്ട് ചെയ്തതും. അങ്ങനെ വന്നപ്പം കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഒരു മാറ്റവും ഇല്ലല്ലോ, പ്രൈം മിനിസ്റ്റർ അതാണ്, ഫോറിൻ മിനിസ്റ്റർ അതാണ്, ഡിഫൻസ് മിനിസ്റ്റർ അതാണ്, ഫിനാൻസ് മിനിസ്റ്റർ അതാണ്, ബാക്കി NSA അതാണ്, ഒരു മാറ്റവും ഇല്ലല്ലോ എന്ന് വന്ന് പറഞ്ഞപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ആക്ച്വലി പറഞ്ഞ ഇത് സംഭവം ഇതല്ല. അപ്പം പക്ഷെ ആ ഒരു പീരിയഡ് ഇൻ വിച്ച് അവർക്കത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റി. അപ്പം ഈ ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഒരു പെക്യുലർ കാര്യമുണ്ട് സർ. ഇവർ ഈ ഇൻഫർമേഷൻ വാർഫെയർ, അതായത് ഇൻഫർമേഷൻ, മിസ്ഇൻഫർമേഷൻ, ഡിസ്ഇൻഫർമേഷൻ, അവർ ഒരാളെ പ്രകോപിക്കാൻ അല്ലെങ്കിൽ ഒരാളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അല്ല ചെയ്യുന്നത്. ഇപ്പോൾ സാർ ഒരു സിസ്റ്റമാറ്റിക് നോക്കുകയാണെങ്കിൽ ജുഡീഷ്യറി, ഞാൻ ഓരോന്ന് നമ്മളെ ഇന്ത്യൻ സ്ട്രെങ്തിനെ കുറിച്ച് ഞാൻ പറയാം. ഇന്ത്യൻ ജുഡീഷ്യറി ഇന്ത്യയുടെ സ്ട്രെങ്ത് തന്നെയാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, അത് വീക്ക്നെസ് ഉണ്ടെങ്കിലും ഇന്ത്യയുടെ ജുഡീഷ്യറി ഇന്ന് ഒരുവിധം ആളുകൾക്ക് വിശ്വാസമുള്ളത്. പക്ഷെ ഏതെങ്കിലും ഒരു ഡിസിഷൻ മാറി വന്നു കഴിഞ്ഞാൽ ഉടനെ ജുഡീഷ്യറി അഗെയിൻസ്റ്റ് ആയിട്ട് ആളുകൾ പറയും. അപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജ് ആണെങ്കിലും പല പ്രാവശ്യം അദ്ദേഹം ആലോചിച്ചിട്ട് മാത്രമേ അതിന് എഴുതാൻ പറ്റത്തുള്ളൂ. അത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ബഹുമാനപ്പെട്ട ചന്ദ്രചൂഡ് ജി അദ്ദേഹം വരെ പറഞ്ഞിട്ടാണ് പോയത്. അതായത് എത്രമാത്രം പ്രഷർ പുള്ളിക്കുണ്ടായിരുന്നു. അവിടെയാണ് ഇൻഫർമേഷൻ, അതായത് ഒരു ഡിസിഷൻ വരും മുമ്പ് ആർട്ടിക്കിൾസ് വരും, സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിനിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു കൊലക്കുറ്റത്തിലെ ആളാണെങ്കിൽ സഡൻലി ഒരു പുള്ളി ഒരു സെയിന്റ് ആണെന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രൊജക്റ്റ്. അപ്പോൾ ഈ സെയിന്റിനെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ നോക്കൂ അത് ഗവൺമെന്റിന്റെ ആളാണെന്നുള്ളത്. അപ്പം എന്താണ് അവിടെ ഒരു ട്രസ്റ്റ് ഫാക്ടർ വന്നു. അതായത് ജുഡീഷ്യറി അതെല്ലാം കറപ്ഷനുള്ള ആളുകളായിരിക്കും. ഇന്ത്യൻ സൈന്യം അഗൈൻ ഇന്ത്യയുടെ സ്ട്രെങ്ത് ആണ്. പക്ഷേ ഇന്ത്യൻ സൈന്യം ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്താൽ, നേരത്തെ നമ്മൾ പറഞ്ഞു 2000 സ്ക്വയർ കിലോമീറ്റേഴ്സ് ഇന്ത്യ നഷ്ടപ്പെട്ടു. എവിടെ നഷ്ടപ്പെട്ടു? ആരാണ് പറയുന്നത് നഷ്ടപ്പെട്ടു? ഞാൻ ചോദിക്കുന്നത് നമ്മളെ പ്രതിപക്ഷ ഓപ്പോസിഷൻ ലീഡേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇന്നേ വരെ ആരെങ്കിലും അവർ ചെന്ന് പറയാം ഞാൻ ഡിഫൻസ് മിനിസ്റ്റർ അടുത്ത് എനിക്ക് വരണം, എനിക്ക് ഡിഫൻസ് മിനിസ്റ്ററുമായിട്ട് ഇവിടുത്തെ മിലിറ്ററി ഓപ്പറേഷൻസ് റൂമിലിരിക്കണം, നിങ്ങൾ എന്നെ ഒന്ന് ബ്രീഫ് ചെയ്യൂ, എവിടെയൊക്കെ എന്തൊക്കെ ലോസ് ആയി അല്ലെങ്കിൽ എന്താണെന്ന്. അങ്ങനെ ചെയ്തിട്ട് ഇവരാരെങ്കിലും നോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ലീഡർ ഓഫ് ഓപ്പോസിഷൻ അങ്ങനെയാണ്. അപ്പൊ അത് നടക്കുന്നുണ്ടോ? എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? കാരണം അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ്. Absolutely. He has got a right to know. അതെ. Only thing he should keep the information confidential. അതെ, അത് മാത്രം. അപ്പൊ അത് ആരും ചെയ്തിട്ടില്ല. ഇത് എല്ലാവരും ഇങ്ങനെ ഹിന്ദിയിൽ പറയുന്ന ഹവാമേ ഗോലി മാറെന്നുള്ള രീതിയിൽ ഇങ്ങനെ അടിച്ചുവിടുകയാണ്. അതായത് 2000 സ്ക്വയർ കിലോമീറ്റർ, ചിലർ 20,000 സ്ക്വയർ കിലോമീറ്റർ. അപ്പം സാധാരണ മനുഷ്യന്റെ അത് ഒന്നും നടന്നിട്ടില്ല. ഇതേപോലെ തന്നെയാണ് സർ ബാലക്കോട്ട് എയർ സ്ട്രൈക്ക് നടന്നപ്പോഴും അവിടെ നടന്നു. നമ്മൾ പോയി സ്ട്രൈക്ക് ചെയ്തു, നമ്മൾ അവിടെ ബോംബ് ചെയ്തിട്ട് തിരിച്ചു വന്നപ്പം പറഞ്ഞ് അവിടെ ഒന്നും നടന്നില്ല. അതാരും പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ട്വിറ്റർ ഇട്ട് ഒന്നും നടന്നില്ല എന്നുള്ള രീതിയിൽ ISI ചെയ്യിപ്പിച്ചു. അത് ഇവിടുത്തെ മീഡിയ പിടിച്ചു. ഇവിടുന്ന് മീഡിയ പിടിച്ച് കുറെ രാഷ്ട്രീയക്കാർ അത് പിടിച്ചു. വേർ ഇസ് ദ പ്രൂഫ്? അപ്പൊ ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ത്യൻ വായുസേനയുടെ എയർ ചീഫ് മാർഷൽ ധനുവ അദ്ദേഹം വന്ന് പറയാണ് വി ക്യാരിഡ് ഔട്ട് ആൻ ഓപ്പറേഷൻ. അദ്ദേഹത്തിനടുത്ത് ചോദിക്കുകയാണ് വേർ ഇസ് ദ പ്രൂഫ്? അപ്പം എന്തായാലും അഗെയിൻ ആളുകൾ, സാധാരണ ആളുകളോ അങ്ങനെ നടന്ന് കാണുമോ ഇല്ലയോ എന്നുള്ളതായി. ഇനി അടുത്ത് നോക്കാം ഇലക്ഷൻ കമ്മീഷൻ. സാറിന് അറിയാം, നല്ല ക്ലാസിക്കൽ എക്സാമ്പിളാണ്. ഒരു സെറ്റ് ഓഫ് റിസൾട്ട്സ് വരികയാണെങ്കിൽ EVM ഇസ് ഗുഡ്, അല്ലെങ്കിൽ ഉടനെ ക്വസ്റ്റ്യൻ മാർക്ക് EVM എങ്ങനെയാണ്, അപ്പോൾ എവിടെ എന്തിനാണ് ഞാൻ വോട്ട് ചെയ്യുന്നുള്ള സാധാരണക്കാർ പോയി ഇതെല്ലാം ഫിക്സ്ഡ് ആണെന്നുള്ള രീതിയിലേക്ക് വരും. സോ ദർ ഇസ് എ ട്രസ്റ്റ്. സോ ഈ ഇൻഫർമേഷൻ വാർഫെയർ ഇന്ത്യയിൽ കളിക്കുന്നത്, ഇറ്റ് ഇസ് നോട്ട് ടു മേക്ക് എനിബഡി ബിലീവ് ഇൻ യു ഓർ മീ. ഇറ്റ് ഇസ് ടു മേക്ക് ഒരാളെ ഒരു കാര്യത്തിലും ബിലീവ് ചെയ്യാതെ, ട്രസ്റ്റ് നൺ, ആരെയും വിശ്വസിക്കരുത് എന്നുള്ളൊരു രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് ഈ മൊത്തം ഇവർ ചെയ്യുന്നത്. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും ക്രെഡിബിലിറ്റി ഇല്ലാതെ. അതെ, കറക്റ്റ്. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ, സുപ്രീം കോർട്ടിന് ക്രെഡിബിലിറ്റി ഇല്ല, ഇന്ത്യൻ ആർമിക്ക് ക്രെഡിബിലിറ്റി ഇല്ല, ഇലക്ഷൻ കമ്മീഷൻ ഇല്ല, എക്കണോമിക് ആയിട്ട് റിസർവ് ബാങ്കിനില്ല. അതെ, നമ്മൾ ലോകം മൊത്തം പറയുന്നത് ഇന്ത്യ ഇസ് ദ ബ്രൈറ്റസ്റ്റ് സ്റ്റാർ എക്കോണമിയിൽ നമ്മളാണെന്ന്. പക്ഷെ ഇവിടുന്ന് ഒരു നെഗറ്റീവ് ഉണ്ടോ നോക്കുക, ഇത്രയും ഉടനെ ഏതെങ്കിലും ഒരു റിപ്പോർട്ട് എവിടുന്നെങ്കിലും ഒരു പബ്ലിക്കേഷൻ വരും, ഹിൻഡൻബർഗ് അല്ലെങ്കിൽ OCCRP ഡാറ്റയൊക്കെ, ഇത്രയും പോവർട്ടി, ഇത്രയും മാൽന്യൂറിഷ്ഡ് എന്നുള്ള ആരാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്? അതിന്റെ റൂട്ട് നോക്കി പറയുമ്പോൾ നമുക്കറിയാം ഇതിന്റെ റൂട്ട് എവിടെയാണ്.
അപ്പം ആ ഇന്റൻഷൻ അത് അപ്പൊ ഈ ഗവൺമെന്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഏജൻസി ഒരു കാര്യം ഓർക്കുന്നുണ്ടോ? കുറച്ചു കാലം മുമ്പ് ഒരു ഇൻഡെക്സ് ഇറങ്ങി, ഹാപ്പിനെസ് ഇൻഡെക്സ്. അതില് പാകിസ്ഥാനി ഈസ് എബവ് ഇന്ത്യ, ശ്രീലങ്ക ഈസ് എബവ് ബംഗ്ലാദേശ് ഈസ് എബവ് ഇന്ത്യ. അപ്പൊ അവർക്ക് കഞ്ഞി അതാണ്. അപ്പൊ ഇത് അവരെ ഹെഡ്ലൈൻ മാത്രമേ നോക്കത്തുള്ളൂ. ആ ഹെഡ്ലൈൻ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഉടനെ. അപ്പം സാധാരണക്കാർ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ മെജോറിറ്റി ആർ യങ്സ്റ്റേഴ്സ് ആണ്. ഇപ്പം ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പം പീക്കിൽ നിൽക്കുന്നതാണ് ഈ യൂത്ത്. അതിനകത്ത് ഏകദേശം എനിക്കൊന്നൊരു 50 കോടിയോളം ആളുകൾക്ക് ജോബ് വേണമെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത്. അതിനകത്ത് ഈ ഗവൺമെന്റിന് കൊടുക്കാൻ പറ്റുന്ന ജോബ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 20, 25 അല്ലെങ്കിൽ 30 കോടി മാത്രമായിരിക്കും ഏതൊക്കെ രീതിയിൽ നോക്കിയാൽ. ബാക്കി ഒരു 20ഓളം കോടി ആളുകൾ അത് എല്ലാം കൂടെ നോക്കുമ്പോൾ അവർ ജോലി കണ്ടെത്തണം, എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ രീതിയിൽ കൺസ്ട്രക്ഷൻ മറ്റെന്നുള്ള രീതിയിൽ. അപ്പം ജോലി കിട്ടാതെ വരുന്ന ഒരു ധാരാളം ആളുകൾ അവരെ മനസ്സിനകത്ത് ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ ഫീഡ് ചെയ്യും, വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, ന്യൂസിലൂടെ, സ്റ്റേറ്റ്മെന്റ്സിലൂടെ, ദാറ്റ് ഈ സിസ്റ്റം മൊത്തം ഖരാബാണ്, ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി പത്തറ്റിക്, ഇവിടെ ഒന്നും നടക്കത്തില്ല. അപ്പൊ ടോട്ടലി ഇങ്ങനെ മനസ്സിനകത്ത് വന്നു കഴിഞ്ഞാൽ all these things are happening because you don't own the platform, you have no control. ഫേസ്ബുക്കിൻ്റെ പുറത്ത് നിയന്ത്രണമില്ല, യൂട്യൂബിൽ നിയന്ത്രണമില്ല, ഒന്നുമില്ല. ഓൾ ആർ ഫോറിൻ കമ്പനീസ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്വന്തമായ ഒരു ടെക്നോളജി ഇല്ലാത്തത് എന്താണ്? എനിക്ക് തോന്നുന്നു സാർ അതിന് 2-3 കാരണം. ഒന്ന്, നാച്ചുറലി നമ്മൾ ആ ടെക്നോളജി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇടയ്ക്ക് ട്വിറ്ററിന് പകരം എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം വന്നു, പക്ഷെ അതിനകത്ത് ആരും പിന്നെ പോയിട്ടില്ല. പിന്നെ അതിൻ്റെ വേറൊരു മറു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് നമുക്ക് ബെനിഫിറ്റും ഉണ്ട്. ഇപ്പം ഫേസ്ബുക്ക് ആയാലും ശരി, ട്വിറ്റർ ആയാലും ശരി, ഇതായാലും ശരി, ഇന്ത്യയുടെ ഒരു ഗ്ലോബൽ ഇമേജിനകത്ത് ഇതൊരു വലിയൊരു പ്ലേ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ചൈനയുടെ കേസ് നോക്കി കഴിഞ്ഞാൽ ചൈനയുടെ ഇതൊന്നും അവിടെ ഇല്ല. അവരുടെ മാത്രമായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ഇത് മാത്രമാണ്. പക്ഷെ അത് അവിടുത്തെ ആളുകൾക്ക് അത് മതിയോ എന്നുള്ള ചോദ്യമുണ്ട്. അവർക്ക് പുറത്ത് ലോകത്ത് ഈവൻ വേൾഡ് കപ്പ് നടന്ന സമയത്ത് പോലും അവർക്ക് ലോകത്ത് എന്താ നടക്കുന്നത് അറിയുന്നില്ല. അപ്പം നമ്മളൊരു മനുഷ്യനെ, ഞാൻ നേരത്തെ പറഞ്ഞ സ്വന്തം മണ്ണ് ഇമ്പോർട്ടൻ്റ് ആവുന്ന പോലെ തന്നെ സ്വന്തം ഫ്രീഡം ടു ചൂസ് അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം അവൈലബിൾ ആവുന്നത് ഒരു സാധാരണക്കാരൻ്റെ മനുഷ്യനെ സംബന്ധിച്ചുള്ള അതൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. അപ്പം ആ ഒരു ഡിബേറ്റ് അവിടെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ചെറുപ്പക്കാരുടെ മനസ്സിനകത്ത് ഒരു ഫ്രസ്ട്രേഷൻ വന്നു കഴിഞ്ഞാൽ അവർ തെരുവിലേക്ക് ഇറങ്ങും. അപ്പോൾ അതൊരു സിവിൽ പ്രൊട്ടസ്റ്റായിട്ട് മാറ്റാനുള്ള ശ്രമം നടക്കും. അവിടാണ് ഈ പൗരത്വ ബില്ല് വന്നപ്പോൾ നമ്മൾ കണ്ടു, കർഷക സമരം വന്നപ്പോൾ കണ്ടു, അഗ്നിവീർ സ്കീം വന്നപ്പോൾ നമ്മൾ കണ്ടു. അപ്പോൾ ഈ പ്രൊട്ടസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ആളി കത്തിക്കാൻ ആളുകളുണ്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ടു ആൻ എക്സ്റ്റെൻറ്റ് അത് ഇത്രയും ആളി കത്തി കഴിഞ്ഞാൽ, ഇപ്പോൾ പാകിസ്ഥാനിൽ നമ്മൾ കണ്ടു, പാകിസ്ഥാനിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആർമിയാണ്. ആർമിയുടെ കോർ കമാൻഡിൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ വരെ ആളുകൾ കയറി. ശ്രീലങ്കയിൽ നമ്മൾ കണ്ടു, ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടു. അതേപോലെ ഉള്ള ഒരു അറ്റംപ്റ്റ് ഇന്ത്യയിലും നടക്കുന്നുണ്ട്. സോ എന്നെ സംബന്ധിച്ചുള്ള ദ ഗ്രേറ്റസ്റ്റ് ത്രെറ്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ത്രെറ്റ്, ഭീഷണി നമ്മുടെ ഭാരതത്തിനുള്ളിൽ കമ്മ്യൂണലായിട്ടുള്ള പ്രശ്നങ്ങൾ ചെയ്ത് ആളുകൾ തമ്മിൽ അടുപ്പിക്കാനും, അതായത് ഈ യുവാക്കളെ വഴിതെറ്റിച്ച് ഫ്രസ്ട്രേറ്റഡ് ആക്കി തെരുവിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഒരു സിസ്റ്റം മാറ്റാനുള്ള ഒരു ശ്രമമാണ്. ഇൻ ഷോർട്ട്, എവിടെയൊക്കെ ഫോൾട്ട് ലൈൻസ് ഉണ്ടോ അത് വലുതാക്കുക. അതിനകത്ത് കണ്ടിന്യൂസ് NFED, കേണൽ ഡിനി ദുഷ്ടനാണ്, തല്ലിപ്പുഴയാണ്, കുറെ കഴിയുമ്പോൾ ഞാൻ അതിന്റെ പാർട്ടെങ്കിലും അബ്സോർവ് ചെയ്യും. ഞാൻ സാറിനെ മെല്ലെ ഒരു ശത്രുവായിട്ട് കാണുന്നു. ഇപ്പൊ എല്ലാം അപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ വാട്സപ്പിലൊക്കെ പലരും ഇപ്പൊ ചില കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളായിരിക്കും, ചിലപ്പം ചില മതത്തിന്റെ ആളുകളായിരിക്കും, ചിലപ്പം ചില വേറെ ഐഡിയോളജി, അവരെല്ലാം എന്ത് കിട്ടുന്നൊന്നും നോക്കാതെ അങ്ങ് ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കും. നോട്ട് വിത്ത് ഈ ആളുകളെല്ലാം, ഞാനും സാറും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം ഈ ഇൻഫർമേഷന്റെ വാർഫെയറിന്റെ ഭാഗമാണ്. അപ്പൊ യുദ്ധം പണ്ട് നടന്ന അതിർത്തിയിൽ സൈനികർ മാത്രമായിരുന്നു ഫൈറ്റ് ചെയ്ത ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ഏറ്റവും മുതിർന്ന ഒരു അമ്മൂമ്മയായാലും ശരി, വീട്ടിൽ ഇരുന്ന് കാണുന്ന അവർ തൊട്ട് ഏറ്റവും കൊച്ചു കുട്ടികൾ വരെ ഇതിന്റെ ഇതിൽ ഞാൻ റീസെൻ്റ്ലി ഞാൻ കൺസേൺഡ് ആയ ഒരു സംഭവമായിരുന്നു ഇന്ത്യൻ എയർഫോഴ്സ് സൈനിങ് എ കോൺട്രാക്ട് വിത്ത് യൂബർ അലോങ് വിത്ത് ദെയർ ഫാമിലി മെമ്പേഴ്സ്, എവരിബഡി. അവർക്ക് യൂബർ എന്തോ കൺസെഷൻ കൊടുക്കും, സം എക്സ്ട്രാ ഫെസിലിറ്റി കൊടുക്കും. യൂബർ ആഫ്റ്റർ ഓൾ ഈസ് ആൻ അമേരിക്കൻ കമ്പനി, ഇന്ത്യൻ കമ്പനിയല്ല. അങ്ങനെ കൊടുക്കുമ്പോൾ ഇവിടെയൊക്കെ ലൊക്കേഷൻ, ഓൾ അവർ ഓഫീസേഴ്സ്, അവരുടെ ലൊക്കേഷൻ, അവരുടെ ഡാറ്റ, അവരുടെ കുട്ടികളുടെ ഡാറ്റ, ഇറ്റ് ഈസ് വെരി ഈസി. അതിനകത്ത് ചൂസ് ചെയ്ത് ഒരു 100-150 പേര് ന്യൂട്രലൈസ് ചെയ്ത് നമ്മളുടെ മൊറയിൽ തകർത്ത് കളയാൻ പറ്റും യൂബർ വിചാരിച്ചാൽ.
only thing they have to transfer the data to our enemy. Of course, എനിമിയുടെ കയ്യിൽ വേറെ അവരുടെ സംവിധാനമുണ്ട്. ഈ സ്നോഡൻ റെവലേഷൻ വന്നു കഴിഞ്ഞപ്പോൾ എവരിബഡി ഈസ് ബീയിങ് മോണിറ്റേർഡ് ബൈ NSA ഓഫ് അമേരിക്ക. ആ ഒരു തിയറി അല്ലാതെ പ്രാക്ടിക്കലായിരുന്നു. ഈ എസ്റ്റാബ്ലിഷ് വിത്ത് ഡയഗ്രാം എന്നിട്ട് നാട് വിട്ടു പോകുമായിരുന്നല്ലോ സ്നോഡൻ അമേരിക്കയിൽ നിന്ന്. ഈ സ്നോമോർ ഇൻ അമേരിക്ക ഏതോ ആദ്യം റഷ്യയിൽ പോയി, പിന്നെ അവിടെ നിന്നും വേറെ ഏതോ ഐലൻഡിൽ പോയാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ റെവലേഷൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് ഈ യൂബർ കോൺട്രാക്റ്റ് നോക്കുമ്പോൾ ഐ വാസ് റിയലി കൺസേൺഡ്. ആ കോൺട്രാക്ട് പിന്നെ ക്യാൻസൽ ചെയ്തു സാറിൻ്റെ. അന്നൊരു കോൺട്രവേഴ്സി ഉണ്ടായി. അതിനുശേഷം ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻഡ്. സർ, ഇത് അഗെയിൻ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ ഒരു നെഗറ്റീവ് എഫക്ട്സ് ആണ് ഈ വരുന്ന നമ്മളിപ്പം ഈ സെക്യൂരിറ്റി റിലേറ്റഡ്. അതായത് ദെൽ ബി എ ക്ലാഷ്. നമുക്കൊരു ഫെസിലിറ്റിയാണ്, പക്ഷെ നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ ഇന്നലെയോ മെനഞ്ഞാന്നോ വായിച്ചൊരു ന്യൂസാണ് സർ. അതായത് ഈ ഫ്രാൻസിൽ അവരുടെ ഒരു സബ്മറീൻ ബേസ് ഉണ്ട്. അത് ന്യൂക്ലിയർ സബ്മറീൻ ബേസ് ആണ് അവരുടെ. എനിക്കൊന്ന് അതിൻ്റെ പേര് ഞാൻ വിട്ടേ, പോർട്ട് അങ്ങനെ കണ്ട ഒരു സാധനം. അപ്പോൾ ആ ബേസിൽ 4 ന്യൂക്ലിയർ സബ്മറീൻസ് ഉണ്ട്. ഓരോ ന്യൂക്ലിയർ സബ്മറീൻസും 4 ന്യൂക്ലിയർ ബോംബ്സ് ക്യാരി ചെയ്യുന്നതാണ്. 16 ബോംബ്സ് ആണ്. ഒരു ബോംബിന് തന്നെ ഈ ഹിരോഷിമ നാഗസാക്കിയിൽ ഇട്ടതിന് 1000 തവണ പവർഫുൾ ആയിട്ടുള്ളതാണ്. അപ്പം അവിടെ വളരെ സീക്രട്ടാണ്, ആർക്കും അറിയത്തില്ല എവിടെയാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് അവർ പോകുന്നത്. അവരുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, പെർമനൻസ് അറ്റ് സീ. പെർമനൻസ് അറ്റ് സീ എപ്പോഴും കടലിലായിരിക്കും. അതായത് ഈ 4ൽ 1, 2, 3 എപ്പോഴാണെങ്കിലും ആരെങ്കിലുമൊക്കെ എവിടേക്കാണെന്ന് ആർക്കും അറിയത്തില്ല. അപ്പോൾ ആ ക്യാമ്പിലേക്ക് പോകുന്ന സമയത്ത് എൻട്രി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ അവർ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഒരു നോ സിഗ്നൽ കിട്ടാത്ത ഒരു ലോക്കറിൽ വെച്ച് പൂട്ടിയിട്ടാണ് അകത്തോട്ട് പോകുന്നത്. ഇതാണ് അവിടുത്തെ സിസ്റ്റം. ആർക്കും അറിയത്തില്ല അത്. ഇപ്പോൾ ഒരു റിപ്പോർട്ട് വന്നു, എനിക്കൊന്ന് ഡെയിലി മെയിലോ അങ്ങനെയാണ് UK ഒരു ന്യൂസ് പേപ്പറിൽ വന്നത്. അവിടെ ഈ നേവൽ ഓഫീസേഴ്സ് ആൻഡ് ജവാൻസ് അല്ലെങ്കിൽ സെയിലേഴ്സ് അവർ ഒരു സ്മാർട്ട് വാച്ച് ഉപയോഗിക്കുമായിരുന്നു. ഹെൽത്ത് ആപ്പ്, സ്ട്രാവ എന്ന് കണ്ടാന്ന് തോന്നുന്നു, ഇഫ് ഐ എം കറക്റ്റ് അതിൻ്റെ പേര്. ആ ഹെൽത്ത് ആപ്പ് നോർമൽ വാച്ച്, ഇപ്പോൾ ഞാനിപ്പോൾ വാച്ച് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു സ്പോർട്സ്, നമ്മളിപ്പോൾ ഫിറ്റ്നസ് ആപ്പ്, എത്രയോ ഹെൽത്ത് ആപ്പ് ഉണ്ടല്ലോ, വാച്ച് ഇട്ട് കഴിഞ്ഞാൽ അതിട്ടിട്ട് അകത്തോട്ട് പോയി. ഇപ്പോൾ ആരും ഒന്നും ചെക്ക് ചെയ്യുന്നില്ല, അവരും അറിയുന്നില്ല. എന്നിട്ട് അവിടെ ഓടുന്നു, എല്ലാ ദിവസവും അവർ ഓടുന്നുണ്ട്, അവിടെ ജോഗിങ്, അതെല്ലാം. എന്നിട്ട് അതിൻ്റെ ഒരു ഫെസിലിറ്റി അതിനെ മാപ്പുമായിട്ട് ടാഗ് ചെയ്തിട്ട് ഇടാം. അതിനകത്ത് അവരുടെ പേര് അതേപോലെ തന്നെ കൊടുക്കാം, എല്ലാം ചെയ്യാം. അപ്പോൾ പേര് കൊടുത്തു, മാപ്പ് ഏത് ലൊക്കേഷനാണെന്ന് കൊടുത്തു, എല്ലാം. എന്നിട്ട് അവർ ഡെയിലി ഇത്രയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം അവർ ഓഫ് ആവുകയാണ്. ഓഫായിട്ട് പിന്നെ ഒരു 30 ദിവസം അല്ലെങ്കിൽ ഒരു 60 ദിവസം കഴിഞ്ഞ് വീണ്ടും അവർ ആക്ടിവേറ്റ് ആവുകയാണ് അതേ ലൊക്കേഷൻ. അതിനർത്ഥം ആ പീരീഡിൽ അവർ വെള്ളത്തിന് താഴെ പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു 10 വർഷത്തോളം അല്ലെങ്കിൽ ഒരു 5-6 വർഷത്തോളം അവരിങ്ങനെ ഒരു സ്റ്റഡി നടത്തിയിട്ട് അവർക്ക് ഇവരുടെ ലൊക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് കിട്ടി. ഏതൊക്കെ ആളുകൾ, അപ്പോൾ ഒരു എത്ര പേര് ഒരു സബ്മറീനിൽ വരുമെന്ന് പറഞ്ഞാൽ അത്രയും പേര് പോയിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം എത്ര സബ്മറീൻ പോയി എന്നുള്ളത്. അപ്പം ഫ്രാൻസ് പോലത്തെ ഒരു രാജ്യത്ത് ന്യൂക്ലിയർ സബ്മറീൻ പോലത്തെ ഏറ്റവും സീക്രട്ട് ആയിട്ടുള്ള ഒരു കാര്യം, അതായത് ബാക്കിയെല്ലാം നമുക്ക് ന്യൂക്ലിയർ സബ്മറീൻ്റെ ഏറ്റവും വലിയ പവർ പറഞ്ഞാൽ അവർ എവിടെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു കൺട്രിക്ക് പോലും ഇതുപോലത്തെ ഈ സോഷ്യൽ മീഡിയ വെച്ചിട്ടുള്ള ഒരു പ്രശ്നം വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എത്ര ശ്രമിച്ചാലും there will always be gaps. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഗ്യാപ്പിനെ അടച്ചടച്ച് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ യൂബറിൻ്റെ കാര്യം പറയുമ്പോൾ ഇറ്റ് കുഡ് ഹാവ് ബീൻ അവോയ്ഡഡ്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. കാരണം ആസ് ഇറ്റ് ഈസ് നമ്മൾ ഉപയോഗിക്കുന്നവരുണ്ട്, പക്ഷേ അതിന് അവരൊരു പബ്ലിസിറ്റി കൊടുത്ത് അവർ ആക്ച്വലി ഒരു വെൽഫെയർ മെഷർ എന്നുള്ള രീതിയിലാണ് അവർ ചെയ്തത്. അത് ഫാമിലീസിനും വെറ്ററൻസിനും കുറച്ച് റെഡ്യൂസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ്. അല്ലാതെ ഒരാളെ ടാഗ് ചെയ്യണമെങ്കിൽ അത് എനിക്ക് തോന്നുന്നു വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇപ്പോൾ അതിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ അതിനകത്ത് വലിയ സബ്സ്റ്റൻസ് ഇല്ലായിരുന്നു, പക്ഷേ അവോയ്ഡ് ചെയ്യണമെന്നുള്ള കാര്യം പറഞ്ഞത്, ഡൽഹിയിൽ സാറ് പോയിട്ടുണ്ടെങ്കിൽ സാറിന് അറിയാം, അവിടെ ഈ യൂണിഫോം, അതായത് ആർം ഫോഴ്സസിലെ എയർഫോഴ്സ്, നേവി, ആർമി, അവർ വണ്ടിയിൽ പബ്ലിക് ഇതിൽ പോകുന്നത് യൂണിഫോം ഇട്ടിട്ടാണ്. കാരണം അവർ ഈ സേനാഭവൻ അല്ലെങ്കിൽ വായുഭവനിൽ അവർ മെട്രോയിൽ കയറുന്നത് യൂണിഫോം, ചിലപ്പോൾ ഒരു വേറൊരു ജാക്കറ്റ് മാത്രം ഇടും എന്നിട്ട് പോകും. അല്ലെങ്കിൽ നോർമൽ വണ്ടിയിൽ, സിവിൽ വണ്ടിയിലായാലും അവർ യൂണിഫോം ഇട്ടിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഊബറിൽ തന്നെ വന്നു കഴിഞ്ഞാൽ തന്നെ, ഇപ്പോൾ വീട്ടിൽ അവരുടെ കണ്ടോൺമെന്റിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവർ ആ സേനാഭവന്റെ പുറത്ത് വരെ എന്തായാലും പോത്തുള്ളൂ. ഈ പുറത്ത് നിന്ന് അകത്തോട്ട് ഏത് ബ്രാഞ്ചിലാണ് പോകുന്നത്, ഏത് ഡയറക്ടറിലാണ് പോകുന്നതെന്ന് അറിയത്തില്ല, അത് ചെയ്യാൻ പറ്റില്ല. അപ്പം പക്ഷേ എനിക്കിപ്പം മോഹൻദാസ് സാർ അവിടെ ഒരു എയർഫോഴ്സിന്റെ ടോപ്പ് ലെവൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ടാഗ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സാറിനെ നിരീക്ഷിക്കണമെങ്കിൽ അതിന് പല മീൻസ് ഉണ്ട്. ഊബറിൽ മാർക്കറ്റിൽ പോകുന്നൊന്നും എനിക്ക് നോക്കണ്ട. ഇഫ് ഐ ആം ടു ടാർഗറ്റ് യു, ഞാൻ അത് സാറിന്റെ ഓഫീസിന് അകത്ത് വരെ ഞാൻ ആളുകളെ പ്ലേസ് ചെയ്ത് ഞാൻ ടാർഗറ്റ് ചെയ്യും. സോ ഇറ്റ് വാസ് നോട്ട് അത്ര വലിയൊരു ഇഷ്യൂ അല്ലായിരുന്നു. പക്ഷെ അതിനെ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ചില
കുറച്ച് സോ കോൾഡ് അവരുടെ സെക്യൂരിറ്റി അനലിസ്റ്റ്മാരൊക്കെ അതിനെ കുറച്ച് പെരുപ്പിച്ച് അങ്ങനെയുള്ള രീതിയിൽ വന്നപ്പോഴത്തേക്ക് എയർഫോഴ്സും ദേ വർ ടേക്കൺ ബാക്ക്. പിന്നെ അങ്ങനത്തെ ഉള്ളൊരു, അതായത് ഈ ഊബർ എന്ന് പറഞ്ഞാൽ ഡൽഹി പോലത്തെ ടൗണിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ശ്രീനഗറിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഊബർ ഇല്ല, ലഡാക്കിൽ പോയാൽ അവിടെ ഊബർ ഒന്നുമില്ല. അപ്പം ഈ ഡൽഹി പോലത്തെ ഒരു എയർപോർട്ടിൽ നിന്ന് വീടിൽ നിന്ന് ഓഫീസ് മാർക്കറ്റ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സംഭവം മാത്രമേ, അതിനകത്ത് അത്ര വലിയ സെക്യൂരിറ്റി ലാപ്സ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. ബട്ട് ഡെഫിനറ്റ്ലി അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ട, അതിന് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തോളൂ. പക്ഷേ ഒരു ഓർഗനൈസേഷൻ സൈൻ ചെയ്തെടുക്കുമ്പം നിങ്ങൾ നോട്ടീസിൽ വരും. സാർ, ഇത് സംഭവിച്ചത് എന്താണെന്നറിയാമോ? ആഫ്റ്റർ ദിസ് pager explosion and walkie-talkie explosion, people have become extra careful. പേടിച്ചു പോയി. ഇത്ര പോയിന്റഡ് ആയിട്ട് ഒരു മനുഷ്യനെ, അയാളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളിന് ഒന്നും സംഭവിക്കുന്നില്ല, ഇയാളുടെ പോക്കറ്റിൽ നിന്ന് ഈ പേജർ പൊട്ടിത്തെറിക്കുന്നു, അല്ലെങ്കിൽ അരയിൽ ബെൽറ്റിൽ നിന്ന് പൊട്ടിത്തെറിക്കുന്നു. അയാൾ മരിക്കുന്നുമില്ല, ഇഞ്ചുവേർഡ് ആകും. മരിച്ചാൽ മരിച്ചു, പെട്ടിയിലാക്കി വീട്ടിലേക്ക് അയച്ചാൽ ജോലി കഴിഞ്ഞു. ഇയാൾ മരിച്ചില്ലെങ്കിൽ വലിയൊരു ബാധ്യതയാണ്. Around 3,500 people in hospital. Who will take care of them? അവിടെയാണ് ഈ ഹിസ്ബുള്ള തകർന്നു പോയത്. ചത്താലികൾ ചത്തു കഴിഞ്ഞല്ലോ. ഇതങ്ങനെയല്ല, 3,500 പേരെ ആശുപത്രിയിലിട്ട് ചികിത്സിക്കേണ്ട ഗതികേടായി. അത് ഒരു കണക്കിന് അവരത് തൊട്ടടുത്ത ദിവസം വാക്കി ടോക്കി പൊട്ടിത്തെറിക്കുന്നു. നൗ ഇമാജിൻ ദിസ് ഹാപ്പൻസ് ഇൻ അവർ കൺട്രി. ആൻഡ് നമുക്കിപ്പോൾ 10-15 ലക്ഷം പട്ടാളക്കാരുണ്ട്. നമ്മളുടെ മൊറയിൽ ഡൗൺ ആകാനായിട്ട് ഈ 15 ലക്ഷം പേരെ കൊല്ലേണ്ട കാര്യമൊന്നുമില്ല. കീ പോയിന്റിലുള്ള ഒരു മേ ബി ലെസ് ദാൻ 100 ആൾക്കാരെ, മേജർ ജനറൽ സോ ആൻഡ് സോ, മേജർ സോ ആൻഡ് സോ, കേണൽ സോ ആൻഡ് സോ, ടപ്പ് ഇൻ ക്വിക്ക് സക്സഷൻ ഈ ആൾക്കാരെ ന്യൂട്രലൈസ് ചെയ്താൽ ഉണ്ടാകാൻ പോകുന്ന ഷോക്ക്, അത് ഓർത്തിട്ടാണ് ഈ ഓവർ റിയാക്ഷൻ യൂബറിൻ്റെ കാര്യത്തിലുണ്ടായത്. യൂബറിൻ്റെ കോൺട്രാക്റ്റിനെ ക്രിട്ടിസൈസ് ചെയ്തവരുടെ intention, and of course their language was a bit harsh and indecent, but their intentions cannot be challenged. കാരണം അത്രയധികം ഭയന്നിരിക്കുന്നു ആൾക്കാർ ആഫ്റ്റർ ദിസ് പേജർ ആൻഡ് വാക്കി ടോക്കി. ഞാൻ കറക്റ്റാണ് സർ, ഞാനത് പറഞ്ഞത് നമ്മൾ അവോയ്ഡ് ചെയ്യണമായിരുന്നെന്ന് പറഞ്ഞാൽ അതാണ്. അതായത് നിങ്ങൾ ചെയ്തതിന് തന്നെ നിങ്ങൾ ആരുടെ പറയേണ്ട കാര്യമില്ല. ബിക്കോസ് ദ മൊമെന്റ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ ഊബറിന്റെ ഈ ഡാറ്റ നോക്കാൻ വേണ്ടി, അപ്പം ഞാനിപ്പോൾ സാറിന് ഒരാളെ ടാഗ് ചെയ്യണമെങ്കിൽ എനിക്ക് അതിൽ നിന്നുള്ള ഡാറ്റയും കൂടെ കിട്ടും. അപ്പോൾ അത് സാർ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സ് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? മൈക്രോസോഫ്റ്റ് ആണോ? സാർ, അതിനെക്കുറിച്ച് എനിക്ക് ആക്ച്വലി പറഞ്ഞാൽ വലിയ കാരണം അറിയാമെങ്കിലും എനിക്ക് പറയാൻ പാടില്ല. അതുപോലെ തന്നെ പക്ഷേ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. സൈബർ സെക്യൂരിറ്റി ഞാൻ നേരത്തെ സാറിൻ്റെ തന്നെ ഒരു പ്രോഗ്രാം കണ്ടിരുന്നു. കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. എത്ര ചെയ്താലും അത് മതിയാവത്തില്ല എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ് ഞാൻ നേരത്തെ ഫ്രാൻസിനെ കുറിച്ചും പറഞ്ഞത്, അല്ലെങ്കിൽ US-ന്റെ കാര്യം. ഞാൻ ആ വാർത്ത വായിച്ചിരുന്നു ഫ്രാൻസിൻ്റെ. ബട്ട് ഐ വാണ്ട് അവർ ലിസണേഴ്സ് ടു ലിസൺ ടു യു. അതാണ് ഞാൻ ഇൻട്രപ്റ്റ് ചെയ്യാൻ. ഞാൻ വായിച്ചിരുന്നു അത് കൂടാതെ ഒരെണ്ണമുണ്ട് സാർ. ദ ഹോൾ BSNLൻ്റെ കംപ്ലീറ്റ് ഡാറ്റ ഒരുത്തന് ലിഫ്റ്റ് ചെയ്തിട്ട്, അവൻ US ആർമിയിലൊരു സോൾജിയറാണ്, അവൻ്റെ സൈഡ് ബിസിനസ്സാണ് ഡാർക്ക് വെബിൽ ഇത് വിൽക്കാൻ വെച്ചിരിക്കുന്നു. ജസ്റ്റ് ഫോർ $5,000, ചിലൊരു 4-5 ലക്ഷം രൂപയ്ക്ക് കംപ്ലീറ്റ് BSNL ഡാറ്റ. ആൻഡ് ഹി വാസ് അറസ്റ്റഡ് ഇൻ ടെക്സാസ്. ഇന്ത്യൻ അതോറിറ്റീസിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സംഭവം ടെക്സാസിലാണ്. ഇവിടെ FIR ഇടണോ വേണ്ടെന്നൊക്കെയുള്ള തർക്കം. ആൻഡ് എങ്ങനെ ഇത് ചെയ്യണം? ഓൾറെഡി ഇറ്റ് ഈസ് ഗോൺ, ദ ഡാറ്റ ഈസ് ഗോൺ. അത് ഡാറ്റ തെഫ്റ്റ് ആൻഡ് ഡാറ്റ പ്രൈവസി ഒക്കെ വലിയ ഇഷ്യൂ തന്നെയാണ്. അതിനെക്കുറിച്ച് കുറേ ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്ന സംഭവമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു വി ആർ ഇൻ ദാറ്റ് പാത്താണ്. നമ്മൾ ആ ഒരു രീതിയിലേക്കാണ്. അതായത് നമ്മുടെ സ്വന്തം സെർവേഴ്സ്, സ്വന്തം നമ്മളെ പോളിസീസ് ഒക്കെ വരാനുള്ള ഒരു സമയം എടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ആസ് ഓഫ് നോ, ഞാൻ സ്പെഷ്യലി ആം ഫോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എവിടെ ആയിരുന്നോ അതിൽ നിന്ന് നമ്മൾ ധാരാളം ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട്. അതായത് വി ഹവ് കവേർഡ് എ ലോട്ട്. അറ്റ്ലീസ്റ്റ് ആളുകളുടെ അവയർനെസ് വന്നിട്ടുണ്ട്. അതായത് എങ്ങനെയൊക്കെ രീതിയിൽ ഇപ്പം നോക്കിയോ, ഒരു സർവിങ് ഓഫീസേഴ്സും ഫേസ്ബുക്കിലോ മറ്റ് ആപ്പിലോ ഒന്നുമില്ല. എനിക്കറിയാവുന്ന ഒരു ഓഫീസറിൻ്റെ, അദ്ദേഹം ഏതോ വിദേശ രാജ്യത്ത് കണ്ടായിരുന്നു. അവിടെ ചെറിയൊരു എന്തോ ഇഷ്യൂ ഉണ്ടായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കോർട്ട് ഓഫ് എൻക്വയറി നടന്നു. പക്ഷെ അത് പിന്നീട് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ഫോൾട്ട് അല്ലായിരുന്നു. പക്ഷെ അതിൻ്റെ മൊബൈൽ കൊടുത്തപ്പോൾ അതിനകത്ത് ഏതോ 2 ആപ്പ് ഉണ്ടായിരുന്നു. അത് നോർമലായിട്ട് വേറെ എന്തോ ആപ്പായിരുന്നു. അതായത് വേറെ അങ്ങനത്തെ തെറ്റായ ആപ്പൊന്നുമല്ല. പക്ഷെ അത് പാടില്ല എന്നുള്ളതിനകത്ത് 50 ലിസ്റ്റിനകത്ത് അതും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് അഗേൻസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിന് ആക്ഷൻ എടുത്തു. ആൻഡ് ഹി ഹാസ് ടു നൗ, അദ്ദേഹത്തിന് ഏറ്റവും അപ്കമിങ് ആയിട്ട് ഒരു ഓഫീസറാണ്. പുള്ളിക്ക് ഒരു വർഷത്തോളം പുള്ളിക്ക് ഡാമേജ്. ഇതിൽ ടോട്ടൽ ഒരു ഗവൺമെൻറ്റിൻ്റെ അപ്രോച്ചും അത്ര പോരാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സാർ. ഞാൻ ഇപ്പോൾ കേരളത്തിലെ IAS ഓഫീസേഴ്സ്, ദേ സ്റ്റാർട്ടഡ് അപ്പിയറിങ് ഇൻ സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിൽ ഹീറോസായ IAS ഓഫീസേഴ്സും ഉണ്ട്.
So one day in one of my video, I just blasted these officers. I said, what nonsense is going on? What is this Facebook in which you are playing and gaining popularity? This is not the way. IAS officers ഇത് ഡിസിപ്ലിൻ വേണ്ടേ? Facebook, see, somebody can switch off your Facebook at any time. കഴിഞ്ഞു നിങ്ങളുടെ കളിയെല്ലാം അതോടെ അവസാനിച്ചു. And you think you are great in writing in Facebook. And അവരുടെ internal matters, some enquiry going on, somebody is suspend ചെയ്ത ആൾ ടി വിയിൽ വരുന്നു, അയാൾ ഫേസ്ബുക്കിൽ എഴുതുന്നു. What is this happening? And then a serving IAS officer, of course, എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ പാടില്ല, അദ്ദേഹം എനിക്ക് ഗവൺമെൻറ്റൽ റെഗുലേഷൻസ് അയച്ചു തന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണല്ലോ IAS, ദേ ആർ റിപ്പോർട്ടിംഗ് ടു സെൻട്രൽ ഗവൺമെൻറ്. അത് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഓൾ ദീസ് തിങ്സ് ആർ പെർമിറ്റഡ്. ഈവൻ Gmail ഈസ് പെർമിറ്റഡ്. അത് പെർമിറ്റ് ചെയ്യുന്നതെന്ന് മാത്രമല്ല, സാർ കണ്ടിട്ടുണ്ട്, നമ്മളൊരു Gmail എടുക്കണമെങ്കിൽ ആദ്യം അവർ ക്യാമറ ആക്സസ് ചോദിക്കും. വൈ ഡു ദി വാണ്ട് ക്യാമറ ആക്സസ്? Gmail ചെയ്യണമെങ്കിൽ എൻ്റെ ക്യാമറയുടെ ആക്സസ് അയാൾക്ക് എന്തിനാ? ഗൂഗിളിന്. ബട്ട് ക്യാമറ ആക്സസ് ചോദിക്കുന്നു, ഗാലറി ആക്സസ് ചോദിക്കുന്നു. എവറി ഡാറ്റ ഇൻ മൈ മൊബൈൽ അതിന് പെർമിഷൻ കൊടുത്താലേ Gmail ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദാറ്റ് Gmail ഈസ് പെർമിറ്റഡ് ടു IAS ഓഫീസേഴ്സ്. Now IAS officer പറഞ്ഞു, the government of India has permitted us, and you say no, it cannot be done. What is this? അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈവൻ ഗവൺമെൻറ് ഇത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. ദേ തിങ്ക്, സാറ് നോക്കൂ, കുറച്ച് വർഷം മുമ്പ് അന്ന് IT മിനിസ്റ്ററാണ് രവിശങ്കർ പ്രസാദ്. രവിശങ്കർ പ്രസാദിൻ്റെ ട്വിറ്റർ ഹാൻഡിൽ ബ്ലോക്ക് ചെയ്തു. ജാക്ക് ആയിരുന്നു അന്ന് ട്വിറ്ററിൻ്റെ ബോസ്. ഫോർ 6 hours he was blocked. Nothing could be done. രവിശങ്കർ പ്രസാദ് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ഐഡിയിൽ, മൈ പേഴ്സണൽ ID is blocked, what is going on, ഇത് I have never violated the community guidelines. That gentleman was crying, the Indian Information Technology Minister, pleading with the Twitter, please എന്ന് പറഞ്ഞിട്ട്. ആഫ്റ്റർ 6 hours അവരത് റിട്ടേൺ ചെയ്തു. അമിത്ഷായുടെ DP ഫോട്ടോ ഒരു 4-5 മണിക്കൂർ നേരത്തേക്ക് അവർ വേറൊരു ഫോട്ടോ ഇട്ടു. അമിത്ഷാ നെവർ റിക്വസ്റ്റഡ് എനിത്തിങ്, അങ്ങനെ മൈൻഡ് ചെയ്യാൻ പോയില്ല. ദെൻ ദേ റീഇൻസ്റ്റേറ്റഡ് ഇറ്റ്. ദിസ് ടൈപ്പ് ഓഫ് സ്ട്രേഞ്ച് തിങ്സ് ആർ ഹാപ്പനിങ് ഇൻ സോഷ്യൽ മീഡിയ. They take permission from Government of India. Everybody, including Prime Minister, uses whole this social media. Twitter, അതിനകത്ത് മിലിറ്ററിയും കൂടെ വന്നു കഴിഞ്ഞാൽ, ഞാൻ മിലിറ്ററിയിൽ ഇപ്പോൾ സാറിന് എന്നെക്കാൾ അറിയാവുന്ന ആൾക്കാരാണ് മേജർ രാജ് ശുക്ല, ജനറൽ രാജ് ശുക്ല, ജനറൽ ഹൂഡ, ജനറൽ ഹനി ബക്ഷി, ഇവരൊക്കെയാണ് കേണൽ ഹനി ബക്ഷി, ഇവരൊക്കെയാണ് ഈ കൺസേൺസ് റേസ് ചെയ്യുന്നത്. there is concerns, there is no doubt. അതാണ് ഞാൻ പറഞ്ഞത്, കൺസേൺസ് ഉണ്ട്. ആ കൺസേൺസ് 100% അഡ്രസ്സ് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള വിശ്വാസമാണ് ഞാൻ. കാരണം there will always be loopholes. ഇപ്പോൾ നേരത്തെ സാർ പറഞ്ഞാൽ ആ ലിസ്റ്റിനകത്ത് ഡൊണാൾഡ് ട്രംപിനെ ആഡ് ചെയ്യണം. ട്വിറ്റർ ഒരു പ്രാവശ്യം ഡൊണാൾഡ് ട്രംപിനെ എടുത്ത് കളഞ്ഞു, സർവിംഗ് പ്രസിഡന്റ് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അപ്പൊ ആ സോ കോൾഡ് മോസ്റ്റ് പവർഫുൾ മാൻ ഇൻ ദ എർത്ത്, അത് കഴിഞ്ഞിട്ട് എന്ത് പറ്റി? അദ്ദേഹം ഇപ്പം നോക്കുക, എലൺ മസ്കാണ് പുള്ളിയെ ജയിപ്പിച്ച് കൊണ്ടുവന്നത്. അപ്പോൾ സോ ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ പവർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് നിങ്ങളുടെ എത്രമാത്രം കൂടുന്നോ അത്രമാത്രം നിങ്ങൾക്ക് നാരറ്റീവ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾ അത് കുറയുന്നത്, അപ്പോൾ നിങ്ങൾ യു വിൽ ബി സബ്ജക്റ്റഡ് ടു വാട്ട് എവർ. അപ്പോൾ എനിക്കൊന്ന് ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഒരു ചേർണിങ് പീരീഡാണ്. നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അത് ആവരുതെന്ന് താല്പര്യമുള്ള കുറേ പേരുണ്ട്. പക്ഷേ അതിനെ ഫൈറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് ഇനി വരും ദിവസങ്ങളിൽ ഹൂ നോസ് സർ, നെക്സ്റ്റ് 5 years 10 years നമുക്ക് നമ്മുടേതായിട്ടുള്ള സോഷ്യൽ മീഡിയ ലോകത്ത് മൊത്തം ഉപയോഗിക്കുന്ന രീതിയിലേക്കുള്ള ഒരു രീതിയിലേക്ക് മാറും. നമുക്ക് വി ഹാവ് ടു ബി ഹോപ്പ്ഫുൾ. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു കാലം വരും. അങ്ങനെ നമ്മൾ തന്നെ 1.4 ഞാൻ ജനറലി ഒബ്സർവ് ചെയ്തിട്ടുള്ളൂ. പലരും അത് കമൻറ്റ് ചെയ്തിട്ടുമുണ്ട്. നമ്മളുടെ ബ്യൂറോക്രസി ഈസ് പ്ലേയിങ് എ വെരി can I say that ഒരു ഡിസ്ട്രക്റ്റീവ് റോൾ ഈസ് ബീങ് പ്ലേഡ് ബൈ ദം. എന്തെങ്കിലും ഒരു സാധനം ചെയ്യാന്ന് വെച്ചാൽ ഉടനെ അതിന് ടെൻഡർ വിളിക്കുക, അതിനകത്ത് L1 നോക്കുക. അല്ല, അത് അയാളുടെ കപ്പാസിറ്റിയോ സംഗതിയോ ഇൻറ്റഗ്രിറ്റിയോ ഒന്നുമല്ല. ദേ പ്രിസ്യൂം ദാറ്റ് സബ് ചോർ ഹെ, അതാണ് അവരുടെ പ്രിസംഷൻ. അവിടെ നിന്നാണ് അവരുടെ ഫയൽ തുടങ്ങുന്നത്. ആൻഡ് ഗ്രേറ്റ് മിലിറ്ററി മെൻ ഇവർ പോയിട്ട് ഈ IASകാരൻ്റെ മുമ്പിൽ തലചൊറിഞ്ഞ് നിൽക്കണം.
ആ ഫയലൊന്ന് നീക്കാനായിട്ട്. ആ ഒരു സിസ്റ്റവും കുറേ അധികം ഇമ്പ്രൂവ് ഐ തിങ്ക് കുറേ ഇപ്പോൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഞാൻ പഴയ കാലമൊന്നും അല്ല ഇപ്പോൾ. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ദെയർ. ബ്യൂറോക്രസി വിൽ പുട്ട് ഹർഡിൽസ് എവ്രിവെയർ. സാർ എന്ത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവരേതെങ്കിലും ഒരു ചട്ടം ചൂണ്ടിക്കാണിച്ചിട്ട് അതിനെ ഉടക്കി വയ്ക്കും. ആ ചട്ടം ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ എല്ലാ ചട്ടങ്ങളും ഒരു ജോലി എങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളതിനാണ് ഈ ചട്ടങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സോ എനിത്തിങ് പോസിറ്റീവ് സാറിന് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു ചട്ടം ലംഘിക്കണം. ലംഘിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഗുമസ്തൻ എഴുതി വയ്ക്കും, കേണലിൻ്റെ നീ ഇന്ന ഇത് ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട്. ആൻഡ് യു ആർ എംബരാസ്ഡ്. ഓ ശരിയാണ്, ഈ ചട്ടം ലംഘിച്ചു, ഇനി ഇപ്പോൾ എന്താ ചെയ്യുക? ആ ഒരു സിസ്റ്റം ബ്യൂറോക്രസി കുറേ അധികം ഇമ്പ്രൂവ് ചെയ്യാൻ. ഇത് അവർ പർപ്പസ്ലി ചെയ്യുന്നതല്ല. ബിക്കോസ് ദർ ഇസ് എ റൂൾ ദേ ആർ പോയിന്റിങ് ഇറ്റ് അപ്പ്. അത് അവരുടെയും കുറ്റമല്ലല്ലോ. ഐ നോട്ട് അങ്ങനെ കംപ്ലീറ്റ് ഒരു ബ്യൂറോക്രസിയെ ബ്ലെയിം ചെയ്യുന്നല്ല. ഇതുപോലത്തെ ഒരുപാട് കെട്ടുപാടുകൾ നമുക്ക് മാറേണ്ടതുണ്ട്. ലാസ്റ്റ് സാർ ഞാനൊരു ഇറ്റ് വാസ് സോ സാഡ് ഐ എക്സ്പ്ലോർഡ് ഓൺ ദാറ്റ്. കേരളത്തിലൊരു പ്രത്യേകത സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ പറയുമ്പോൾ ആളുകൾ അവിശ്വാസം കൊണ്ട് ഇങ്ങനെ തുറിച്ചു നോക്കും എന്നെ. ഞാൻ പറയും കേരള ഈസ് എ ബോർഡർ സ്റ്റേറ്റ്. ഇപ്പം ഞാനും സാറും ഇരുന്ന് സംസാരിക്കുന്ന എറണാകുളം, നമ്മളുടെ ആക്ച്വൽ ബോർഡറിൽ നിന്ന് കഷ്ടിച്ച് 1 കിലോമീറ്റർ ദൂരത്തിലാണ് നമ്മളിരിക്കുന്നത്. ഒള്ളി തിങ് കടലായതുകൊണ്ട് നമുക്കത് ബോർഡറാണെന്ന് തോന്നുന്നില്ല. ബോർഡർ എന്ന് പറയുമ്പോൾ അതങ്ങ് കാശ്മീർ ലഡാക്കൊക്കെ അല്ലേ, നമ്മളിവിടെ സുഖം. അങ്ങനെ അല്ല സാർ. ലാർജസ്റ്റ് സിംഗിൾ ടെററിസ്റ്റ് അറ്റാക്ക് ടുക്ക് പ്ലേസ് ഇൻ മുംബൈ, നോട്ട് ഇൻ കാശ്മീർ. Largest single attack, wherein 168 people also died. Kochi is so vulnerable a place. 1965 വാറിൽ പാകിസ്ഥാൻ ഒരു ബോംബ് വില്യൻ ട്രയലിൽ ഇട്ടതാണ്. ബട്ട് കൊച്ചിക്കാരോട് സാറ് സംസാരിച്ച് നോക്ക്, നമുക്കിവിടെ എന്താ ഇതൊക്കെ കാശ്മീരിലാണ് എങ്ങനെ പറയും. വി ആർ ഇൻ ദ ബോർഡർ. വി ഹാവ് ടു ബി മച്ച് മോർ കെയർഫുൾ ദാൻ എനിബഡി എൽസ്. ഇതിൻ്റെ ഒരു ഗൗരവം കാണുന്നത് മാത്രമല്ല, കേരളത്തിൽ ഈ പട്ടാളക്കാരെ തല്ലുന്ന സ്വഭാവം കൂടിക്കൂടി വരുന്നു. അടുത്ത കാലത്ത് NCCയിലെ ഒരാൾ അതിൻ്റെ വീഡിയോ വ്യാപകമായിട്ട് പ്രചരിച്ചു. ഓഫ് കോഴ്സ് ഐ ഓൾസോ എക്സ്പ്രസ് മൈ ഔട്ട്റേജ് ഓവർ ദാറ്റ്. ബട്ട് ദെൻ സിറ്റിസൺറി ഈസ് നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മിലിറ്ററി പേഴ്സണൽ. ആൻഡ് ഈവൻ മിലിറ്ററി പേഴ്സണൽ ഫീൽ ഹെൽപ്ലെസ് ബൈ എൻക്രോച്ച്. ഗേറ്റ് ചവിട്ടി തുറന്ന് 100-250 ആൾ കയറി വരുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലെ അത് ഞെട്ടിപ്പോകുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എസ്പെഷ്യലി കേരളത്തിൽ കൂടി വരുന്നുണ്ട്. ബാക്കി ഇൻഫാക്ട് മഹാരാഷ്ട്ര ബോർഡർ സ്റ്റേറ്റാണ്, ഗോവ ബോർഡർ സ്റ്റേറ്റാണ്, കർണാടക ബോർഡർ സ്റ്റേറ്റാണ്, തമിഴ്നാട് ബോർഡർ സ്റ്റേറ്റാണ്, ഒക്കെയാണ്. കേരളത്തിൽ പക്ഷേ ഇത്രയും ഒരു ലൂസായിട്ട് ചിന്തിക്കുന്ന കേരളത്തിലെ ആൾക്കാരെ പോലെ മറ്റുള്ളവർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരാരും മിലിറ്ററി ഓഫീസേഴ്സിനെ കൈവയ്ക്കാൻ ധൈര്യപ്പെടുകയില്ല. സാറിൻ്റെ ഒരു ടേക്ക് എന്താണ് ഇതിൽ? തീർച്ചയായിട്ടും സാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഇൻഫർമേഷൻ സാർ ഇന്നലെ എഴുതിയ ലേഖനം ഞാൻ വായിച്ചു, അതിൻ്റെ ലാസ്റ്റ് പോർഷൻ. ബട്ട് നമ്മുടെ വ്യൂവേഴ്സ് പലരും അത് വായിച്ചു കാണില്ല. ഞാൻ കംപ്ലീറ്റ്ലി അഗ്രി വിത്ത് യു സർ. അതായത് ഇന്നിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇൻഫർമേഷൻ വാർഫെയറിൽ ഒരു ബോർഡേഴ്സ് ഇല്ല. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ഇരുന്ന് തന്നെ എനിക്ക് ഈ ഇൻഫർമേഷൻ, ഡിസ്ഇൻഫർമേഷൻ, മിസ്ഇൻഫർമേഷൻ എന്തായാലും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ലോകത്തുള്ള ഇപ്പം ഒരാൾ പാകിസ്ഥാനിൽ നിന്നിട്ട് ഒരാൾ ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ദുബായിലോ വേറെ സ്ഥലത്തിരുന്ന് ഓപ്പറേറ്റ് ചെയ്ത് വരുന്നത് ചിലപ്പോൾ കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോകുന്ന രീതിയിലായിരിക്കും അതിൻ്റെ ഒരു ട്രെയിൽ നോക്കിക്കഴിഞ്ഞാൽ. സോ ദർ ഇസ് ബോർഡേഴ്സ് പ്രസക്തമല്ലാത്ത ഒരു ടൈമാണ് ഇപ്പം ആസ് ഫാർ ആസ് സെക്യൂരിറ്റി ഈസ് കൺസേൺ. ഒന്നത്. രണ്ടാമത്, കേരളത്തിൽ ഡെഫിനറ്റ്ലി ഞാൻ അതിനെക്കുറിച്ച് നേരത്തെ എഴുതിയിട്ടുള്ളതാണ്. അതായത് ഇതൊരു വൈകാരികമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒന്നുമല്ല. നമ്മളൊക്കെ ഇതിനെക്കുറിച്ച് പഠിച്ച് എക്സ്പീരിയൻസ് കണ്ട്, അപ്പോൾ ഒരു സ്ഥലത്തെ ഇങ്ങനത്തെ ഇഷ്യൂസ്, പ്രത്യേകിച്ച് ടെറർ റിലേറ്റഡ് ഉള്ള ഇഷ്യൂസ് ഒരു ദിവസം കൊണ്ട് മാറുന്നതല്ല. കശ്മീരിലെ 1989 ജനുവരി മാസത്തിൽ ഒരു ദിവസം സുപ്രഭാതത്തെ പെട്ടെന്ന് വന്നതല്ല. അതിന് മുൻപ് കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് അവിടുത്തെ കശ്മീരി പണ്ഡിറ്റ്സിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട്, എങ്ങനെയാണ് അവിടുത്തെ മോഡറേറ്റ് ആയിട്ടുള്ള മുസ്ലിംസിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് അട്രോസിറ്റീസ് എങ്ങനെയാണ് ചെയ്തത്, എങ്ങനെയാണ് അവിടുത്തെ ഗവൺമെൻറ് മെഷീനറിയുടെ ഉള്ളിലെ ആളുകളെ എങ്ങനെയാണ് ബാധിച്ചത്, പോലീസ് സേനയിൽ എങ്ങനെയാണ് ആളുകളെ ബാധിച്ചത്, അതൊക്കെ ഓവർ എ പീരീഡ് ഓഫ് ടൈം നടന്ന് ഫൈനലി ഈ പൊട്ടിത്തെറി നടന്ന് തോക്കുമായിട്ട് ആളുകൾ വന്ന് അതങ്ങ് ചെയ്യുന്നതാണ്. ഇന്ന് അങ്ങനെ ആവണമെന്നില്ല. ഇന്ന് കുറച്ചുകൂടെ പെട്ടെന്നായിട്ട് ആളുകൾക്ക് ചെയ്യാൻ പറ്റും. കാരണം അന്ന് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യാനുള്ള മെക്കാനിസം ഒന്നും ഇല്ലായിരുന്നു. ഇന്ന് ഇവിടെ ഇരുന്നിട്ട് തന്നെ ഇപ്പം ഇവിടെ തന്നെ കേരളത്തിൽ നമ്മൾ കണ്ടില്ലേ വാട്സാപ്പ് ഹർത്താൽ. ഒരു ദിവസം പെട്ടെന്ന് ഒരു വാട്സാപ്പിലൂടെ മെസ്സേജ് പോയി ഒരു ഹർത്താലിന് വേണ്ടി ആളുകൾ അങ്ങ് ഇറങ്ങുകയാണ്.
അപ്പോൾ ആ രീതിയിൽ കേരളം ഇസ് എ പ്ലേസ് നമ്മൾ എക്സ്ട്രീംലി കെയർഫുൾ ആയിരിക്കണം. ഞാനൊരു അലാർമിസ്റ്റ് അല്ല, ബട്ട് ഞാൻ ദർ ആർ പാറ്റേൺസ് വിച്ച് ആർ വറിങ്. അതായത് കശ്മീരിൽ നടന്ന കുറേ കാര്യങ്ങൾ പോലെ തന്നെ ചില കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അത് ഞാൻ മാത്രമല്ല, ഇവിടുത്തെ മുൻ DGP അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇവിടെ ഒരു ബ്രീഡിംഗ് ഗ്രൗണ്ട് ആണ് ടെറർ റിലേറ്റഡ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ദേശീയത അല്ലെങ്കിൽ പാട്രിയോട്ടിക് ആയിട്ട് അല്ലെങ്കിൽ നാഷണലായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് ഇതിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു തോന്നൽ വരും. കാരണം അവരെപ്പോഴും സാറിനൊരു കാര്യം ഓർമ്മയുണ്ടാവും, ഈ ബ്രീഡിംഗ് ഗ്രൗണ്ട് ആണെന്ന് പറഞ്ഞത് ഒരു DGP അല്ല, പലരും പറഞ്ഞു സക്സസീവ് ആയിട്ട് 3 പേര്. ഐ ക്യാൻ നെയിം TP സെൻകുമാർ, തൊട്ട് പിന്നാലെ ജേക്കബ് യൂനൂസ്, തൊട്ട് പിന്നാലെ ലോക്നാഥ് ബെഹ്റ. 3 പേരും റിട്ടയർ ചെയ്ത് നടത്തിയ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ അവർ പറഞ്ഞു ദിസ് ഇസ് ദ ബ്രീഡിംഗ് ഗ്രൗണ്ട് ഓഫ് ആന്റി നാഷണൽ ആക്ടിവിറ്റീസ്. അപ്പം സോ കേരളം ആ രീതിയിൽ നോക്കാൻ ഇറ്റ്സ് എ പ്ലേസ് വെയർ എല്ലാവരും ഒന്ന് കെയർഫുൾ ആയിരിക്കണം. കാരണം അങ്ങനത്തെ ഒരു, അപ്പോൾ ആ വിഷയം വരുമ്പോഴാണ് നമ്മൾ ഈ നാഷണലിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രത്തിനെ കുറിച്ച് പറയുന്നവർ, പ്രവർത്തിക്കുന്നവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വികാരം മനഃപൂർവ്വം ചെയ്യണമെന്നുള്ള ഒരു ചെറിയൊരു അല്ലെങ്കിൽ തന്നെ ഇക്കോസിസ്റ്റം ഇവിടെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഇക്കോസിസ്റ്റമാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ആർമി ഓഫീസേഴ്സിനെ അടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അടിച്ച് NCC ക്യാമ്പിൽ പോലെ അവിടെ കുറേ കുട്ടികൾ ചെന്നു, കുട്ടികളല്ല കുറേ സോ കോൾ സ്റ്റുഡൻറ് ലീഡേഴ്സൊക്കെ ചെന്ന് അവിടെ NCC കാഡറ്റ്സിനെ, പ്രത്യേകിച്ച് ഗേൾ കാഡറ്റ്സിനെയൊക്കെ ഹ്യൂമിലിയേറ്റ് ഒക്കെ ചെയ്ത് വിടുന്നത്. അതിൻ്റെ ബാക്കിലെ സൈക്കോളജി ഇത് തന്നെയാണ് സർ. അതായത് ഇന്ത്യൻ ആർമി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ചിലവരെങ്കിലും കാണുന്നത് അതൊരു സിമ്പിൾ ഓഫ് നാഷണലിസമാണ്, അല്ലെങ്കിൽ പേട്രിയോട്ട്. നാഷണലിസം എന്ന് തന്നെ പറഞ്ഞ ആളുകൾ പറയുന്നു യു കോൾ പേട്രിയോട്ടിസം. അപ്പോൾ പേട്രിയോട്ടിസം എന്ന് ദേശീയ സ്നേഹത്തിൽ നിൽക്കുന്ന ഒരു സിമ്പിൾ എന്നുള്ള നിലയിൽ അതിനെ എതിർക്കുക. അപ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇവിടെ ഇന്ത്യൻ ആർമി അഗെയിൻസ്റ്റ് ആയിട്ട് വളരെ തെറ്റായ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് വളരെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളൊക്കെ പറയുന്ന കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ത്യൻ ആർമി അപ്പൊ അതൊക്കെ ഒരു നറേറ്റീവ്, അതായത് അവർ സിമ്പിളാണ്. അപ്പൊ അവര് വരുമ്പം ഈ ആളുകളുടെ മനസ്സിനകത്ത് രാജ്യത്തിനെ കുറിച്ച് സ്നേഹവും മറ്റൊന്നും പാടില്ല, അവർ ചെയ്യുന്ന ത്യാഗങ്ങളെ കുറിച്ച് ആരും അറിയാൻ പാടില്ല എന്നുള്ള ഒരു അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സൈക്കിയാണ് ഇതേപോലത്തുള്ള ആളുകളുടെ ഒരു ക്രിമിനൽ സ്വഭാവത്തിലേക്ക് വന്ന് അത് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതൊരു NCC ക്യാമ്പായിരുന്നു, NCC ഓഫീസർ പാവമായിരുന്നു, അത് അദ്ദേഹത്തിന് പെട്ടെന്നൊരു ഷോക്കിൽ പുള്ളിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതേ കാര്യം വേറെ ഒരു ഇൻഫൻട്രി ബറ്റാലിയനിലോ എല്ലാം ആയിരുന്നെങ്കിൽ അവർ ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുള്ളതാണ്, പാങ്ങോട് നടന്നിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാം. എൻ്റെ സ്വന്തം കോസ്മേറ്റ് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ, അശോക് ചക്ര, താജിന്റെ ഹീറോ, ഹൈദരാബാദിലെ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ 7 ബിഹാർ എന്നുള്ള യൂണിറ്റിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം എന്തായിരുന്നു സംഭവം. സോ ഇറ്റ് ഇസ് നോട്ട് നമ്മളൊരു വീർവാദം ഇത് അങ്ങനെ പറയല്ല, ബട്ട് വി ആർ സോൾജേഴ്സ്, നമ്മൾ സോൾജേഴ്സാണ്. ആൻഡ് സോൾജേഴ്സ് റെസ്പെക്ട് നിങ്ങൾ പറയുന്നതിന് അർഹതന് അപ്പുറം കൊടുക്കും. പക്ഷേ ഇഫ് ദർ ഇസ് ആൻ ഇന്റൻഷൻ ടു കോസ് ഹാം ബോത്ത് ഫിസിക്കലി ആൻഡ് ക്യാരക്ടർ വൈസ്, ദെൻ ഐ തിങ്ക് അത് കൊടുക്കേണ്ട സമയത്ത് നല്ല രീതിയിൽ കൊടുക്കാൻ അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇത് കണ്ട് ആളുകൾ തെറ്റിദ്ധരിക്കരുത്. വേറെ എവിടെയെങ്കിലും ചെന്ന് നിങ്ങൾ തല വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, അത് ഈവൻ നേവി വിചാരിച്ചു, നേവിയുടെ ഏതെങ്കിലും ഓഫീസേഴ്സ് അല്ലെങ്കിൽ നേവൽ സീൽസിൻ്റെ അടുത്തൊക്കെ ചെന്ന് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വേറെ രീതിയിലായിരിക്കും പ്രതികരിക്കുന്നത്. അങ്ങനെ ആവണ്ട, അങ്ങനെ ആവരുത് എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ എപ്പോഴും ഇതേപോലത്തെ ഉള്ള രീതിയിലേക്ക് വന്ന് വീഡിയോ ചെയ്തിട്ട് പോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യെസ് സർ, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ കഴിയും. ഇനിയിപ്പോൾ സാറിന് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്ത് നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം. ഫൈനലായിട്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ സർ. അതായത് നമ്മുടെ ഭാരതത്തിൻ്റെ വി ആർ ഇൻ വളരെ ഒരു ഗോൾഡൻ ഏജ് ആസ് ഫാർ ആസ് ഗ്രോത്ത് ഇസ് കൺസേൺഡ്. നമ്മൾ ഭാരതം പോകുന്ന രീതി ഏതൊരു ഡയമെൻഷൻ എടുത്താലും ശരി, അത് ഞാൻ മിലിറ്ററിയിൽ ഇതിലായാലും ശരി, ഞാൻ എങ്ങനെയായിരുന്നു കാർഗിൽ സമയത്തൊക്കെ ഉള്ള ഒരു വ്യക്തി ഇന്നത്തെ വെച്ച് നോക്കുമ്പോൾ സീ ചേഞ്ച് ആണ്. അതുപോലെ തന്നെ എക്കോണമി ആയാലും ശരി, ബാക്കിയുള്ള എന്തായാലും ശരി, നമ്മളൊരു ഗ്രോത്ത് ഫേസ് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അവിടെയാണ് എപ്പോഴും നമ്മൾ ചിലവർക്ക് നമുക്ക് ഫ്രസ്ട്രേറ്റഡ് ആവാം, നമ്മൾ ഇതാവുന്നില്ലല്ലോ, അത് ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ നമുക്ക് വരാം. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ മറക്കാതിരിക്കാനുള്ള കാര്യം, ബ്രിട്ടീഷേഴ്സ് പോയ സമയത്ത് അവർ നമ്മളിൽ നിന്ന് കൊണ്ടുപോയത് $45 ട്രില്യൺ ആണ്, US ഡോളേഴ്സ്. $45 ട്രില്യൺ US, 1765 തൊട്ട് 1938 വരെയുള്ള ഒരു പീരീഡിൽ $45 ട്രില്യൺ. ഇന്ന് നമ്മൾ 5 ട്രില്യൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ കാലഘട്ടത്തിൽ $45 ട്രില്യൺ ഉണ്ട്. അപ്പം 1947 ഭാരതത്തിൻ്റെ അവസ്ഥ പെത്തറ്റിക് ആയിരുന്നു. അതായത് 12% ലിറ്ററസി റേറ്റ്, 32 ഇയേഴ്സ് ലൈഫ് എക്സ്പെക്ടൻസി. ഇന്നത് 70 മുകളിലുണ്ട്. 32 വയസ്സ് മാത്രമേ ഉള്ളൂ ജീവിക്കാൻ പറ്റുന്നത്. ബാക്കി ഏതൊക്കെ പാരാമീറ്റേഴ്സ് നോക്കിയാലും വി വർ ബാഡ്. വിൻസ്റ്റൺ ചർച്ചിൽ പോലൊരു വ്യക്തി പറയായിരുന്നു, ഇതൊന്നും ഒരിക്കലും ഈ രാജ്യം
നിലനിൽക്കത്തില്ല, ഇതൊരു ജോഗ്രഫിക്കൽ എൻറ്റിറ്റി പോലെ മാത്രമേ ഉള്ളൂ പ്രസക്തം, അതൊരു രാഷ്ട്രമൊന്നും അല്ല എന്നുള്ള നിന്ന് 75 വർഷം കഴിഞ്ഞപ്പം നമ്മൾ 3ാമത്തെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമിയും 4th ലാർജസ്റ്റ് ആർമിയും ആം ഫോഴ്സസും മറ്റു രീതിയിൽ പോകുമ്പോൾ വി ഹാവ് കവേർഡ് എ ലോട്ട് ഓഫ് ഗ്രൗണ്ട്. ആൻഡ് അത് അക്രോസ് ദി ബോർഡാണ്. ചില ഗവൺമെന്റ്സ് നന്നായിട്ട് ചെയ്തിട്ടുണ്ടാവും, ചില കുറച്ച് ചെയ്തിട്ടുണ്ടാവും. ബട്ട് ഓവറോൾ നമ്മുടെ ഫോക്കസ് വികസനം, അതായത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഒരു എയിം ഉണ്ട്. നമുക്ക് ഈ ഡോക്ടറിൻ തരുമ്പോൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, കോംപ്രിഹെൻസീവ് നാഷണൽ ഡെവലപ്മെന്റ് ആണ് നമ്മുടെ എയിം. നമ്മുടെ എയിം മതമല്ല, നമ്മുടെ എയിം മറ്റുള്ളവരുടെ ടെറിട്ടറി പിടിക്കുകയല്ല, നമ്മൾ അതിനെ വികസനം ചെയ്യുക, ആളുകളെ പോവർട്ടിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് 71% 1947 പോവർട്ടി ലൈനിൽ ബിലോ ആയിരുന്നെങ്കിൽ ഇന്നത് ഏകദേശം 5% അതായത് ഇപ്പം പല പാരാമീറ്റേഴ്സ് മാറിയിട്ടുണ്ട്, പക്ഷേ 4 to 5% മാത്രമായി ചുരുങ്ങിയത്. അപ്പം ബാക്കിയുള്ള പോരായ്മകൾ കാണുമ്പോൾ നമ്മൾ എവിടം വരെ എത്തി നിൽക്കുന്നു എന്ന് മാത്രം കണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ എല്ലാവരും പ്രയത്നിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ. പ്രത്യേകിച്ച് കേരളത്തിൽ എടുത്തു പറയുന്നത് വി ഹാവ് ടു ബി വെരി കെയർഫുൾ. വലിയ അലാർമിങ് സിറ്റുവേഷൻ ആയിട്ട് ഇതുവരെ മാറിയിട്ടില്ലെങ്കിലും ബട്ട് എല്ലാവരും ഒരു കണ്ണും നിങ്ങൾ ചെവിയും എല്ലാം എപ്പോഴും തുറന്നിരുന്ന് എന്തൊക്കെയാണ് സംഭവിക്കുന്നുള്ള ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഒരിക്കൽ കൂടി സാറിന് ഒരു താങ്ക് യു പറയാണ് ഈ ഒരു പ്രോഗ്രാം വിളിച്ച് ഇത്രയൊരു ടൈമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും ഇത്രയൊരു ഫ്രീ ആയിട്ടുള്ളൊരു ഡിസ്കഷൻ നടത്തിയതിനും താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. താങ്ക് യു സാറ്, ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം കണ്ടെത്തിയതിന് പ്രത്യേകം നന്ദി. താങ്ക് യു സാർ. ഇനിയും കുറച്ച് നാൾ കഴിയുമ്പോൾ ഞങ്ങൾ വിളിക്കും. സാറിൻ്റെ സൗകര്യം പോലെ വരണം, കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. എനിക്കിത് വലിയ ആഗ്രഹമായിരുന്നു. ഈ പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾ അതും അഡ്രസ്സ് ചെയ്യേണ്ടതാണല്ല. അപ്പോൾ അത് ഞാൻ ചോദിച്ച ചോദ്യങ്ങളിൽ പലതും എൻ്റെ സ്വന്തം ചോദ്യങ്ങൾ കുറവേ ഉള്ളൂ. പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾ, എസ്റ്റാബ്ലിഷ്മെൻ്റാണ് മിലിറ്ററി, സോ അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ അത് ചോദിക്കുകയും അതിൻ്റെ ഉത്തരം കിട്ടുകയും ചെയ്യുക എന്നുള്ളത്, അത് സാറ്റിസ്ഫാക്ടറിലി സാറ് അത് ചെയ്തു. ഏകദേശം സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ. പിന്നെ ചില ടെക്നിക്കൽ ടേംസ് മനസ്സിലാവാതെ കിടപ്പുണ്ടാകും, അത് അവർ ഗൂഗിൾ ചെയ്തോ ഒക്കെ കണ്ടുപിടിച്ചോളും. എനിവേ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു.